اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه كلهم أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങൾ ഈ പരിശുദ്ധമായ റജബ് തിങ്ങളുടെ ഈ മജ്‌ലിസിലെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മ ബാപ്പ ഉസ്താദുമാർ ലങ്ങമുത്തങ്ങ കുടുംബക്കാർ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് അള്ളാഹു മാഫാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജിലെ സബ്ജക്റ്റ് ഇടിക്ക് ഞങ്ങൾ പൽക്ക് പറഞ്ഞുകൊണ്ടുള്ളേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് നടന്ന ഈ റജബ് തിങ്കളിലെ ഞങ്ങളെ സീറത്തുൻ നബി സബ്ജക്റ്റ് ഇസ്റാ മിഅ്റാജ് വന്നെത്തിയത് വലിയൊരു സന്തോഷത്തെ വിഷയമാണ്. അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ഇസ്റാ മിഅ്റാജ് വിഷയം ഞങ്ങൾ പഠിച്ചുകൊണ്ടുള്ള അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തവും റജബ് തിങ്കളിലും ശഅബാനിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുകയും റമളാനിലെ നല്ല മുത്തഖീങ്ങളായി സ്വീകരിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ സ്വീകാര്യപ്രദമായ വിധത്തിൽ ചെയ്യുകയും അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ നിസ്കാരത്തെ സംബന്ധിച്ച് നിസ്കരിക്കാത്ത അല്ലെങ്കിൽ നിസ്കാരത്തെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തെങ്കത്തെ ആൾമാർക്ക് കിട്ടങ്കത്തെ ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാ മിഅ്റാജിലെ യാത്രയിൽ കണ്ട ഘടന ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തൻ്റെ മിഅ്റാജ് യാത്രയിൽ മുന്നോട്ട് പോണ്ടു പല അദ്ഭുത ഘടനകളും ആ യാത്രയിൽ കണ്ട് ആ അദ്ഭുത ഘടനയുടെ രഹസ്യേന്ദ്രിയ ചെന്നിട്ട് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് വിവരണമാക്കി കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഞങ്ങൾ പഠിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കണ്ട ഒരു അദ്ഭുത ഇരിക്കൽ അങ്ങനെ തലയുടെ മേങ്ങ വടിച്ചോണ്ടു ഗായാക്കൊണ്ടു അങ്ങനെ ഒമ്പതാക്കിക്കൊണ്ടുള്ളത് അതിനെ സംബന്ധിച്ച് അറിഞ്ഞാൽ പിന്നെ സുമ്മ അതാ അലാ ഖൗമിൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കുറേ മുന്നോട്ട് പോണ്ടു. അങ്ങനെ യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു വിഭാഗത്തെ കാണും. അങ്ങ ബൈന ഐദീഹിം ലഹമുൻ അങ്ങലമുട്ട നല്ല ഇറച്ചി കാണും. ആ വിഭാഗത്തെ മുന്നോളു
അങ്ങലമുട്ടത്തിൽ നല്ല ഇറച്ചി കാണും. ആ നല്ല ഇറച്ചി അങ്ങലമുട്ടത്തിലുണ്ട്. വലഹ്മുൻ ആഖർ നയ്യുൻ ഖബീസുൻ, പിന്നൊരു സൈഡിലൊരു ഇറച്ചിയെ കാണും. ആ ഇറച്ചി അത്ര നല്ലതല്ല, ചീഞ്ഞതും പിന്നെ ഗലീജായതും നാരിയതുമായ ഇറച്ചി കാണും. രണ്ട് ഇറച്ചി കാണും. ഫജഅലു യഅകുലൂന മിനൻ നയ്യിൽ ഖബീസി, അങ്ങ നല്ല ഇറച്ചിയെ വിട്ടിട്ടു ഈ ചീഞ്ഞ ഇറച്ചിയെ തിന്നുകൊണ്ടുള്ള വേണ്ടാത്ത ഗലീജായ ഇറച്ചിയെ തിന്നിടാറ്. നല്ലത് തിന്നില്ല. ദുനിയാവിൽ അങ്ങനല്ലല്ലേ. നാളെ മുന്നോലും നല്ലൊരു നാഷ്ടവും ഇറച്ചി കറിയെല്ലാം കൊമ്പന്ന് വെച്ച് എന്നൊരാക്കടെ ആ ഇടത്തിൽ നിന്ന് നല്ല ഇറച്ചി ഇങ്ങനെ കയ്യിലിട്ടിട്ട് അരണ്ടിട്ട് നല്ലതെടുത്ത് തിന്നിടാറ്. നല്ലതെടുത്ത് തിന്നൽ പിന്നെ നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് തിന്നിടാറ്. അത് തിന്നതെല്ലാം നല്ലത്. അതിൽ പിന്നെ അരണ്ടാറ്. അതിൽ പിന്നെ അങ്ങനെ തിന്നിട്ട് ഫസ്റ്റ് വേണ്ടാൻ വിട്ടിതെല്ലാം കാലിയാക്കിടാറ്. ലാസ്റ്റ് ചാറ് മാത്രം ബാക്കി. അപ്പോൾ അങ്ങനെ ഇടിക്കട് ദുനിയാവില്ല. ഏതായാലും അതിൽ ഇന്നതെല്ലാം നല്ല ഇറച്ചിയല്ലേ, എല്ലാ ഇറച്ചിയും തിന്നിടാറ്. പക്ഷേ ഊടക്കാണ്ടതല്ല, പിന്നെ നല്ലതിരെ തൊഡ്ഡേ ഇല്ല. ആ ഗലീജായതും ചീഞ്ഞതിരെ മാത്രമേ തൊഡ്ഡേ. അങ്ങനെ കാണേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് കേൾക്കട്. ഫഖാല മാ ഹാദാ യാ ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കേൾക്കട് എന്തിനാണ്? ഖാല ഹാദർ റജുൽ മിൻ ഉമ്മത്തിക തകൂനു ഇൻദഹുൽ മർഅത്തുൽ ഹലാലുത് ത്വയ്യിബ് ഫയഅതി ഇംറഅതൻ ഖബീസതൻ ഫയബീതു ഇൻദഹാ ഹത്താ യുസ്ബിഹ് والمرأة تقوم من عند زوجها حلالا طيبا فتأتي رجلا خبيثا فتبيت معه حتى تصبح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്നു. ഇതെന്തിനാ ചൊന്നെങ്കിൽ ഒരു മനുഷ്യ ഒരാണ് അവന് ഹലാലായ രൂപത്തിൽ ഒരു നല്ല പെണ്ണിടെ അള്ളാഹു നിക്കാഹിലൂടെ എത്തുവാടിയിരിക്കുമ്പോൾ ആ നിക്കാഹിലൂടെ കിട്ടിയ ഹലാലായ പെഞ്ഞായിരെ വിട്ടിട്ടു അന്യ ഹറാമായ ബന്ധ അന്യ പെണ്ണിടട്ടിಗೆ വ്യഭിചാരത്ത് പോണ്ടെങ്കത്തെ ആണ്ട് ശിക്ഷ ഇടിക്കിടത് കാണെ, അവസ്ഥ ഇടിക്കിട് കാണെ. അതേപോലെ നല്ല നിക്കാഹിലൂടെ ഹലാലായ രൂപത്തിലുള്ള മാപ്പിള ഇന്നും ആ മാപ്പിളയുടെ മയ്യാവാണ്ട് അന്യ ആണ്ടിട്ടിയ ചങ്ങായിപ്പാടാക്കിയിട്ട് കണക്ഷൻ വെച്ചിട്ട് അങ്ങനെ വ്യഭിചാരങ്ങൾ ചെയ്ത് ആൾമാരവസ്ഥ ഇടിക്കിട്. ഇത് കണ്ടുകൊണ്ടുള്ളതുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നു. അല്ലേ? കറക്റ്റല്ലേ? നല്ലതിക്കുമ്പത്തു ഹലാലായതിക്കുമ്പത്തു ഹറാമായതാക്കടെ. അപ്പോൾ ഇവിടെ നല്ല ഇറച്ചിക്കുമ്പത്തുക നല്ല ഇറച്ചിനെ സ്വീകരിക്കാണ്ട് ഗലീജായ ഇറച്ചിനെ തിന്നിടേണ്ട പോലെ അല്ലത്. ഇന്ത്യ സമാനുള്ളത് യാറായിട്ടുണ്ട്. ചെറിയ വയസ്സിലെ അനൈറ്റിക്ക ചട്ടുവട്ടിക്കടെ പെറോത്തിലെ ബലിഞ്ഞ് വന്ന് പിന്നെ മങ്ങലായിട്ട് ഹലാലായ രൂപത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു ചാൻസ് കിട്ടിയെങ്കിലും ആ പല ഹറാമായ ബന്ധങ്ങളെ ബുടുകാവാത്ത പരിസ്ഥിതി ആയിരിക്കുള്ളേ. അത് ആണിങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലും ഉണ്ട്. പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് ഹലാലായ രീതിയിൽ അനുമതി തന്നെ. നല്ല സുന്നത്തായ നിക്കാഹ് ആ നിക്കാഹിലൂടെ അനുവദിക്കപ്പെട്ടെങ്കത്തെ ഒരു പെഞ്ഞായ അല്ലെങ്കിൽ ഒരു പെണ്ണുക്ക് മാപ്പിളമായി ഇന്നെത്തിക്കുമ്പോൾ അത് മയാവാണ്ട് ഹറാമായ ബന്ധത്തിൽ കൊണ്ടേച്ചുള്ളത് വലിയ ആഫത്തല്ല. പല കാലത്തിൽ വലിയ മുസീബത്തായി ഭയങ്കരമായ വലിയ അന്യായമായ അക്രമമായ ആഫത്തായി കണ്ടുകൊണ്ടിരുന്ന തപ്പല്ല. ഇപ്പം അതെല്ലാം ഒരു ചെറിയ വിഷയമായിട്ട് ആൾമാർ കാണുക തുടങ്ങിയത്തെ ഒരു ദുഃഖത്തെ അവസ്ഥയിരിക്കുകയാണ്. അതുക്ക് മേന്മായ വ്യവസ്ഥകളെല്ലാം ഉണ്ട്. ചെറിയ ചെറിയ പൈസക്ക് മേനായിട്ട് സമയത്ത് വ്യഭിചാരത്തുക്ക് പോകണമെങ്കിൽ ആൾമാർ വരെ ഈ സമാനിൽ ഉള്ളാറിച്ചുള്ളതായിരിക്കും വലിയ വ്യാചാര വിഷയം. പരിശുദ്ധമായ ഹദീസിൽ ഒരു സംഭവിച്ചാൽ ഒരു വിഭാഗാൽമാർ ഈ ഗുഹയുടെ ഉൾഗത്തിൽ പോയി ദച്ചിട്ടാമത്തു മേലിൻ്റെ ഗുഡ്ഡരെ ഒരു വലിയ പാതക്കല്ലിങ്ങനെ ഉരുണ്ടുകൊണ്ട് വന്ന് ആ ഗുഹയുടെ ഡോർക്ക് ഇങ്ങനെ ബൂന്തു പർത്ത് ബറുക ഇല്ല അങ്ങ് കുടുങ്ങിയാറുക.
ಅದು വലിയ ഒരു സ്റ്റോറി ഹദീസിലുള്ളത്. അതിൽ നിന്ന് ഓരോ ദ്വാർക്കടെ ദ്വാർന്നിട്ടാമത്തു ആ കല്ലുണ്ടല്ലേ ജീമന്നെ മനുഷ്യരെ പോലെ ജീമന്നെ ഒരു ജീവിയുടെ പോലെ ദ്വാർക്കുമ്പോൾ കല്ലുമല്ല പുറപണി. മൂന്നാൾമാർ അങ്ങനെ ലൈഫിലുണ്ടായെങ്കത്തെ നല്ല കാര്യത്തെ ചൊന്നിട്ട് അള്ളാഹൊട്ടിക്ക് ദ്വാർന്നിട്ടാമത്തു ഫസ്റ്റ് ആൾ ദ്വാർന്നിട്ട് തെല്ല പുറവീത്ത് പുറത്ത് പുറകാവില്ലേ, രണ്ടാമത്തെ ആൾ ദ്വാർന്നിട്ടാമത്ത് എല്ലാ പുറവീത്ത് പുറത്ത് പുറകാവില്ലേ, മൂന്നാമത്തെ ആൾ ദ്വാർന്നിട്ടാമത്തു അല്ല കബറയത്ത് കല്ല് അങ്ങ് പുറത്ത് വന്ന് രക്ഷപ്പെട്ടാറുണ്ട്. ഹദീസിലുള്ള സ്റ്റോറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചെങ്കത്തെ സ്റ്റോറി. അതിൽപ്പെട്ട ഒരു സബ്ജക്റ്റ് ഇടിക്കൽ എന്നിട്ടത് ഞാൻ ചൊന്ന ഇവിടെ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ ചൊന്നനെ അവിടെ ചൊന്നമാണ് കൃഷ്ണാപുരം നാളെ കണ്ണങ്കാറിൽ. ഓക്കെ, അതിലൊരു സ്റ്റോറി അല്ലേ ലാസ്റ്റ് ചൊല്ലു. എന്നിട്ട് അയാൾക്ക് ഒരു പെണ്ണിൻ്റെ പിരിസെന്ത് അതേ പെണ്ണ് കിട്ടണുണ്ട്. അയാൾക്ക് ഒരു ആഗ്രഹിച്ചിട്ടുണ്ട്. കുടുംബത്തിൽപ്പെട്ട നല്ല തറവാട്ടുകാർത്തിയായ നല്ല സമ്പന്നയായ നല്ല സുന്ദരിയായ പെണ്ണ്. പക്ഷെ എന്തായിട്ട് ആ പെണ്ണ് കിട്ടിയില്ല. വ്യഭിചാരത്തുക്ക് പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു. ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണായതിൽ അതുക്ക് ഭഗ്യില്ല. ലാസ്റ്റ് ആ പെണ്ണൊരു പക്കത്തിൽ കുടുങ്ങിട്ട് ഒരു വിഷയത്തിൽ കുടുങ്ങിയിട്ട് അവൾക്ക് പൈസത്തെ ആവശ്യകത പറയുമ്പോൾ ഈ കുടുംബക്കാരനായ ഈ ബാലക്കാർക്ക് നക്കൽ പൈസ ആവശ്യമുണ്ട് ചൊന്നൊരു കേക്ക്. അപ്പോൾ ആ ചാൻസിൽ യൂസ് ആക്കിട്ട് നീ പൈസത്തെ എന്ത് കഷ്ടം ഞാൻ അറേഞ്ച്മെൻറ്റ് ഞാൻ ആക്കടെ നൻ്റെ ഒരു ആഗ്രഹമായിട്ടിക്കട് വ്യഭിചാരത്തിൽ അത് നീ പൂർത്തിയാക്കി തരണം എനിക്കെല്ലാം വ്യവസ്ഥ ആക്കടേ. ആ പെണ്ണുക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്ത ഘട്ട പറയുമ്പോഴത്തേക്ക് ഈ വ്യഭിചാരത്തിൽ ഒപ്പേണ്ടി വേണ്ട പരിസ്ഥിതി പെണ്ണ്. എന്നാലും ഇഷ്ടം എന്നിട്ട് ഒപ്പിടല്ല, പരിസ്ഥിതി അങ്ങനെ ആയ ഒരു അവസ്ഥയിലിരിക്കും ഒപ്പിടി. ലാസ്റ്റ് എന്താക്കിയത് വ്യഭിചാരത്തുക പേനായി റെഡിയായി തിക്കൊമ്പത്ത് കയറ്റിക്കള ആ പെണ്ണ് ലാസ്റ്റ് അള്ളാഹുടെ പേടിയുള്ള പെണ്ണല്ലേ ഇത്തക്കില്ല ചെന്നിട്ടാ പാലക്കാട് നീ അള്ളാഹു തക്കവാക്ക് നീ കതറി പേടിയാവില്ലേ കേക്ക്. ആ ഒരേ ഒരു ഗര കേട്ടിട്ട് ആ മനുഷ്യ അപ്പമേ വ്യഭിചാറാക്കാണ്ട് വിട്ടുവണ്ട്. ആരും കാണുകയില്ല പേടിക്കുകയില്ല. എല്ലാം കൊണ്ടും സുന്ദരിയായ തറവാട്ടുകാർത്തിയായ സമ്പന്നയായ ഒരു പെണ്ണ് ആറുമില്ലാത്ത പക്കത്തിൽ വ്യഭിചാരത്തുക്ക് റെഡിയായോണ്ടിക്കുമ്പോൾ നീ അള്ളാഹുടെ പേടിക്കണമെന്ന് ചൊല്ലുമ്പോത്തുക ആ ചെറുക്ക ഔഡ് മേഞ്ചി സീത പെണ്ണ് ഇതിനെ വെച്ചിട്ട് അള്ളാഹു ഇട്ട് വാർക്കണം അള്ളാഹു എങ്ങനത്തെ ഒരു തപ്പാക്കുമെന്നാണ് പോയിന്ന്. അപ്പൊ ആ പെണ്ണിങ്ങനെ ചൊന്നിട്ടാമതാണ് അള്ളാഹു നിന്റെ പേടിച്ചിട്ടായിരിക്കുന്നതാണ് വന്നരേ ഇത് നീ നിന്റെ നാനാക്കിയ ഒരു നല്ല സ്വറല്ലേ നേരെയായിട്ട് നല്ല സ്വറല്ല വെടക്കാക്ക് പോയിട്ടല്ലേ നാണ് പള്ളിയിൽ നിസ്കരിക്ക് പോയി നിസ്കരിച്ച ചൊല്ലല്ല ഞാൻ വിചാരാക്ക് പോയി അവിടെ പിറവ് തന്നെ അത് പിറവ് പറഞ്ഞതേ വിഷയം വിചാരാക്കണ വിഷയമല്ലല്ലേ. എന്നാലും അള്ളാഹുടെ റഹ്മത്ത് നോക്കുക അള്ളാഹുട്ടി ദ്വാർക്കുമ്പത്തു ആ കള്ള പിറവിത്തുണ്ട്. ഈ സബ്ജക്റ്റ് ഒന്നിട്ട് എനിക്ക് ദ്വാർക്കട്ടെ ഒരാൾ ദ്വാർന്നിട്ട് അത് ചെന്നിട്ട് അപ്പൊ കള്ള പറഞ്ഞിങ്ങിത്ത് ഹദീസുള്ളെങ്കിൽ സ്റ്റോറി. അപ്പൊ ഈ അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊല്ലി നല്ല ഹലാലായ ഇറച്ചിക്കുമ്പത്തുക അതിരെ വിട്ടിട്ട് ഹറാമായതിരൊട്ടിക്ക് പോകേണ്ടതൊരവസ്ഥ. ഇതേപോലെ ഇടിക്കട് സ്വന്ത പെഞ്ഞായിക്കുമ്പത്തു അന്യ പെണ്ണിടെ സമ്പർക്ക ആക്കിടുതും സ്വന്തം മാപ്പിളയിക്കുമ്പത്തു അന്യ ആണ്ട് സമ്പർക്ക വയ്ക്കിടുതും. മുസ്ലിം ഉണ്ടില്ല അമുസ്ലിം ഉണ്ടില്ല അജ്ജാണ്ടില്ല വാളക്കാറാണ്ടില്ല ആറുമാവുള്ളൂ ഇബ്ലീസല്ലേ ഷെയ്ത്താനല്ലേ. അപ്പോൾ ഒരു വേളയിൽ അങ്ങനെ കുടുങ്ങിപ്പോയിട്ട് പിന്നെ ലൈഫ് ഇടി കുറകിടങ്കത്തെ പരിസ്ഥിതി ഇരിക്കട് പണ്ട്. അതിലൊന്നും സുഖ സന്തോഷങ്ങളൊന്നുമില്ല. അതിൽ കുറേ രോഗങ്ങളും കുറേ ആഫത്തുകളും മാനസികമായിട്ട് പല ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പിന്നെ ദുനിയാവ് ലൈഫേ ഇല്ല, ദുനിയാവുമില്ല ആഖിറവുമില്ല. ഉറക്കത്തേക്ക് ഷെയ്ത്താൻ അങ്ങനത്തെ പണി ആക്കുവാടിയിട്ട് പിന്നെ ആ സ്വറ തീന്നൽ പിന്നെ ഷെയ്ത്താൻ ചൊല്ലാവല്ലോ ഏനെ നക്ക് അള്ളാഹുടെ പേടിയാവടും നീ നിന്റെ റബ്ബ് നോക്കുന്നതാണില്ല അത്രത്തോളം തുല്ലിട്ട് ചിലപ്പോൾ ചൊല്ലാറ് മാപ്പിലൊട്ടിയെ നീ വേണ്ട നക്ക് 4 മക്ക 10 മക്കൾ അബ്ബ എങ്ങും ചിലപ്പോൾ ചൊല്ലാറ് നീ നക്ക് വേണ്ട നക്ക് അവനേ ആവും 80 വർഷത്തവണ 60 വർഷത്തവണ എങ്കോ ആവശ്യം ചിലപ്പോൾ ചൊല്ലാറ്. പിന്നെ ഉറക്കത്തേക്ക് അങ്ങനെ ആ ഒരു ചല തീരലോട് കൂടെ എനിക്ക് ബോധോദയമുണ്ട്. പിന്നെ പെറുപെറവ് ഗത്തിയില്ലാത്ത പരിസ്ഥിതി പണ്ട് ഒരു പെണ്ണ മുസ്ലിമായ മനുഷ്യരട്ടിയെ ഓടിപ്പോയെങ്കത്തെ ഒരു സ്റ്റോറി ചൊല്ലു. ആ മനുഷ്യരട്ടിയെ പോയപ്പോൾ കൂട്ടുകളിൽ പോയിട്ട് എന്തെല്ലാമായിട്ട് ഈ പെണ്ണിടെ പെറുവെടുക്കുക ഉമ്മം ബാപ്പ എല്ലാവരും ശ്രമിച്ചാറ് എന്താകിട്ട് അവൾ കേട്ടില്ല. ഒരേ ഹട്ടെന്നൊക്കെ അവനെ വേണം അപ്പോൾ അമ്മ വേണ്ടാണ്ട് ചൊന്നവളും ലാസ്റ്റ് അങ്ങനെ പോയിട്ട് എന്തിനാവളും കുടുങ്ങുന്ന ആൾ
അവിടെ വീട്ടാമത്തുക്ക് ഭയങ്കര അക്രമവും പിന്നെ വേണ്ടാത്തതുക്ക് ഈ പെണ്ണിടെ യൂസാക്കുകയും അവൻ്റെ ഫ്രണ്ട്സുമാരെ കൊണ്ടിട്ട് വിചാരത്ത് ഓളെ ഒത്തായാക്കുകയും ആ മുസ്ലിമായ മനുഷ്യൻ ശ്രമിച്ചപ്പോൾ ലാസ്റ്റക്ക് എങ്ങനെയെങ്കിലും തപ്പാടിയിട്ട് ഓടിട്ടോളു രക്ഷപ്പെട്ടാൽ ഔത്തുപറവന്തില്ലല്ലേ വേറൊരു ഓടുകൊണ്ടുണ്ടാവും. പിന്നെ തേരുള്ള റോഡ് സൈഡിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ അഞ്ഞല്ല ബേങ്ങണകളിക്കാറല്ല ആ കൂട്ടത്തിൽ കൂടിയിട്ട് പിന്നെ ലൈഫ് മുന്നിൽ പോയി. എന്നിട്ട് അവസാനമായിട്ട് ആ പെണ്ണ് തൻ്റെ അനുഭവത്തെ ഒരു ലേഖനത്തിൽ ഒരു ബുക്ക് ലേഖനായിട്ട് കടത്തിയ ഒരു പോസ്റ്റാക്കി എങ്കത്തെ ഒരു സ്റ്റോറി കുറേ വർഷം മുന്നോട്ട് നടന്നേ ചൊല്ലു. ആ പെണ്ണ് അവളുടെ ലൈഫിലായെങ്കത്തെ അനുഭവങ്ങൾ എഴുതിട്ട് ഒരു പെണ്ണുമിങ്ങനെ കുടുംബത്തീരാ ചൊന്നൊരു ചൊല്ലെങ്കത്തെ ഒരു സ്റ്റോറി. ഞാൻ ആറ് എന്തിനിട്ടില്ല ഞാനിങ്ങനെ കുടുങ്ങിരാ ചൊല്ലെങ്കത്തെ വിഷയത്തിൽ കുറേ സമാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ലേഖന പണ്ട് ഇങ്ങനത്തെ എത്രമാ സ്റ്റോറികളെല്ലാം ഉണ്ട്. ഒന്നു രണ്ടുമെന്നല്ല എത്രമാ സ്റ്റോറി നിങ്ങള വാട്സപ്പിലുള്ള കുറേ ആർട്ടിക്കൽ വന്നതെല്ലാം ഓതിട്ടിക്കുക. അപ്പൊ ഈ ഹറാമിയത്ത് ചൊല്ലത് അത് ചെറിയൊരു സമയത്തേക്ക് മാത്ര അല്ലേ, ആ സമയത്തിലും അതിലൊരു സുഖാകുസ്യന്തുമില്ല. അതെല്ലാം ശൈത്താനിയത്തല്ലേ, ശൈത്താൻ മനുഷ്യരെ നഫ്സിനെ വശീകരണാക്കിയിട്ട് ചെയ്തെങ്കത്തെ പ്രവർത്തനങ്ങൾ. അപ്പൊ അതെല്ലാം അങ്ങ് കുടുങ്ങി പോകും തീരാം. അപ്പൊ ഇസ്ലാമി രാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് കണ്ടെങ്കത്തെ ഏറ്റവും വലിയ ഒരു ആഫത്ത് ഹാദർ റജുലുമിൻ ഉമ്മത്തിക്ക, ഇത് തങ്ങളെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ആൽമാരെ സ്വഭാവമായിട്ട് കുറിയാൾ ഇങ്ങനത്തെ പണി ആക്കിടാറുണ്ട്. അള്ളാഹു കാക്കട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ഇത് കേട്ട് തങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അല്ലേ തൻ്റെ ഉമ്മത്തിങ്ങ ഇങ്ങനത്തെല്ലാം ആക്കിടാറ് ചൊല്ലെങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ഓരോന്ന് കണ്ടുകൊണ്ട് പോണ്ട്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല തങ്ങത്തിൽ ഇങ്ങനെ മുന്നിൽ പോകുമ്പത്തു ഒരു തെരുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറേ ആൾമാരിങ്ങനെ പോകേണ്ടത് കാണണം. 6 പോയെങ്കിലും അഞ്ഞൂറ് ഒരു വലിയൊരു മർത്തബീസുണ്ട്. അതിലിങ്ങനെ പോകുമ്പത്തു ആ തെരുവിൽ പോയെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഡ്രസ്സ് ചെയ്ത് പരിക്കരുത് ചെന്നെങ്കിൽ അത് ഇതൊക്കെ ഈ മർത്ത് സിക്കിട്ടുണ്ടാവും ഡ്രസ്സ് പറഞ്ഞു പോകണം. ഇങ്ങനത്തെ ഒരു കാഴ്ച കാണണം. ചിലപ്പോൾ കിനാവുലുള്ള പലതും കാണണ്ടല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുന നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിയുടെ സ്റ്റോറിലെല്ലാം ഉണ്ടല്ലേ, തലയിൽ ഇറച്ചി വെച്ച് പുറത്ത് പോകണ്ടേ പക്ഷികളെല്ലാം വന്നിട്ട് അതൊരു വന്നിട്ട് കൊത്തിയോ പോകേണ്ടല്ലോ കിനാവ് കാണല്ലേ. ചില കിനാവുകളിലെ കറക്റ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് ഇടുക. പിന്നെ ഒട്ടറാസ് കൈക്കാൽ കുത്താക്കിയിട്ടാൽ പോകുന്നു പറഞ്ഞിട്ട് പോകുന്നില്ല എന്നുമില്ല ഒട്ടറാസ് വീട്ടിൽ പോകുന്നതിന് ചിലപ്പോൾ എന്തെല്ലാം കാണണ്ട. അതല്ല, ചില അർത്ഥപൂർണമായ ചില സ്വപ്നങ്ങളിലേക്ക് ഇടും. അത് വിവരമുള്ളെങ്കിൽ ആൾമാർ യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ മൊയ്സത്തിൽപ്പെട്ട ഒരു മൊയ്സത്തെ ഇരിക്കുന്നവരെ കിനാവു വ്യാഖ്യാന ചൊല്ലത്. അപ്പോൾ ഊടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാവ് കാണണ്ടല്ലേ, ഇത് നേരിൽ കാണണ്ടേ. തേറിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് തേറിൽ എന്തിനാവിടും ആ മർത്ത് പീസ് ചിക്കിട്ട് ഡ്രസ്സെല്ലാം പറ്റേ പൂണ്ടെങ്കിൽ എല്ലാവരും ഡ്രസ്സ് പറ്റ അവിടെ പറ്റേ. ഇതെന്തിനാ ജിബ്രീലിലേക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊല്ലു, ഇതൊരു വിഭാഗ തങ്ങളെ ഉമ്മത്തിങ്ങളിൽപ്പെട്ടെങ്കത്തെ ആൾമാരെ സ്വഭാവം അങ്ങനെ തേറിൽ വെച്ചിട്ട് ആൾമാരെ ദറോടെ ആക്കിടങ്ങ. അതിലുള്ള ആർക്കും നിങ്ങൾ അങ്ങനെ ദറോടെ ആക്കിടേ, അങ്ങനെ സമ്പത്ത് ലൂട്ടിയാക്കിടേ, അതിൽ പൈസ കട്ടിട്ടെടുക്കടേ, അതിൽ മൊബൈൽ പിടിച്ചെടുക്കടേ. അപ്പൊ അതായിരിക്കും അവിടെ തേരിൽ പോണാലുള്ള ഡ്രസ്സ് പറ്റ അവിടെ ചൊല്ലി എല്ലാ ആൾമാരും കക്കടേ. ഈ കള്ളന്മാരെ അവസ്ഥ ഇരിക്കടെ ഹബീബായ നബിയെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നു. ഇപ്പം ആരെങ്കിലും അങ്ങനെ ആക്കിടാറാ? ഇപ്പം ആറാക്കിടാറാണ്. പണ്ട് കാലത്തുള്ള ബഹുമാനപ്പെട്ട മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്റ്റോറിയിൽ ചൊല്ലല്ലേ, കള്ളന്മാർ പിടിച്ചാറ് നെല്ലെന്തുകൊണ്ട് കേട്ടാറ് ഇത് എൻ്റെ ഉണ്ട് ചെന്നിട്ട് ഉമ്മ എടുത്ത് വെച്ചത് കാറ്റി കൊടുത്തു കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേണ്ടി കേട്ടാറല്ല. ഇപ്പം അങ്ങനെ ഉണ്ടാ? ഇപ്പല്ലത്തിൽ ബാരസ്റ്റയില്ലത് കക്കെടുത്ത് അല്ലേ, കീസരെ പോക്കിയിട്ട് പറിച്ചു പോയതേ കൊന്നില്ല. ഡ്രസ്സിന്റെ ഉൾഗത്തില് പാൻറ്റിന്റെ ഉൾഭാഗത്തിൽ ഉള്ളെങ്കത്തെ ഇതിൽ നിങ്ങൾ എടുത്തു വെച്ചതും ഗൊന്തയില്ല, വന്ന് നോക്കും വസ്തയില്ല അല്ലേ. ഹജ്ജ് ഉംറത്തോടുള്ള മക്കത്തിൽ തവാഫാക്കുമ്പോഴത്തേക്കും തവാഫിടെ അവിടെ കട്ടുകൊണ്ട് പോയതെല്ലാം ഉണ്ട്. പാസ്പോർട്ടും ഇല്ല, പൈസ ഇല്ല, എന്തും ഇല്ല. തവാഫിടെ അവിടെ കട്ടുകൊണ്ട് പോകണമെങ്കിൽ പരിസ്ഥിതി എല്ലാം കാണണം. അപ്പൊ അങ്ങനത്തെ ഇതെല്ലാം ചിലപ്പോ കാണണ്ടല്ലേ. അപ്പൊ ഞാൻ ചൊന്നുകൊണ്ട് വന്നിട്ടുള്ള വിഷയ ഇപ്പൊ അങ്ങനത്തെ കള്ളത്തനം ഉണ്ടാ? നിനപ്പാക്കൂ വലിയൊരു കള്ളത്തനം ഇവിടെ നടന്നുകൊണ്ടുണ്ട്. അത് ഞാൻ ചൊല്ലു ഉദ്ദേശിച്ചു. നിങ്ങളെ ദൃഷ്ടിയിൽ ഏതെങ്കിലും അങ്ങനത്തെ ഇതറിൽ പോണെങ്കിൽ ദറോടെ ആക്കണമെങ്കിൽ പണി നടക്കടാ? എല്ലാ സമാനിലും ഈ പണി നടക്ക്. അതെല്ലാം വേറെ ലേറ്റസ്റ്റ് പുതിയ സ്റ്റൈലുകൾ നടക്കുന്നത്. അതിൽപ്പെട്ട ദറോടെ ഇട്ടിക്കിട് പുതിയ ആമ്പിലെടുത്ത് ദറോടെ ആക്ക്, അത് നടക്കില്ലേ? മങ്ങലാകുന്നുണ്ടോ പുതിയ ആമ്പിള്?
ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് സുബൈ പോകുമ്പോഴത്തേക്ക് കുറേ ദരോടകോറന്മാരിക്കിടാറ്. പെണ്ണിയുടെ കൂട്ടത്തിൽ കുറേ ദരോടകോറന്മാരും ആണിയുടെ കൂട്ടത്തിൽ കുറേ ദരോടകോറന്മാർക്ക്. അതിൽ ചെറിയ ചെറിയ പാലക്കാരത്തി പെൺമക്കളെ ഇക്കിടാറില്ല. അങ്ങനെ ദരോടെ ആക്കുക അബ്ബമ്മല്ല ഏരിയങ്ങൾ തെച്ച് കടത്തില്ലേ ബുടണ്ട ഉസുലാക്ക് 50,000 ഉസുലാക്ക് 1 ലാഖ് ഉസുലാക്ക് ഒക്കെ അല്ലേ. ഇത് ദരോടല്ലേ. പേടിച്ചിട്ട് ബാവ അവന് പുതിയാമ്പിള ചിലപ്പോൾ സുബൈകല്ലാറും ഇറങ്ങിയിട്ട് എനിക്കൊരിക്കൽ 300 ഓടങ്ങളുള്ളാറ്. അത് ഓടാണ്ടിക്കുകയിട്ട് ദരോടകോറന്മാർ ജാവു ഉറങ്ങാണ്ട് കാത്തേക്കിടങ്ങളുള്ളാറ് ഡോറിലവിടെ അല്ലേ. അതൊരു ടൈമിൽ ആണ്ടെ മാത്രം ദരോടാക്കിയോ പുതിയാമ്പിളയുടെ. ഇപ്പൊ പെണ്ണിടും ദരോടാക്കോ സ്റ്റാർട്ടാക്കിയാറില്ല. പെണ്ണിടയിലും ദരോടാക്കോ ആണില്ല. ഇങ്ങനെ കട്ടിട്ട് ഈ ഐസ്ക്രീം തിന്നുക, ഈ ബിരിയാണി തിന്നുക, 300 മങ്ങിൽ തന്നെ തിന്നത്. പിന്നെ 1 വാരം 300 തുടങ്ങിയത് വയറ് നടക്കൂ. മങ്ങില കഴിഞ്ഞിട്ട് പിന്നും കുറെ നാളുണ്ടു. അതിനിടയിൽ ഇതൊരു ദരോട് വേണ അല്ല. അവൻ പുറത്തപ്പോയിട്ട് തണ്ടാണ്. അവൻ എത്ര നേർച്ച വെച്ച് വന്നിട്ട് ഇങ്ങനെ കണ്ണ് കിട്ടില്ല മയ്യാവത്ത് ഈ ഔത്തിൽ തന്നെ ദരോടെ ആക്കിയില്ലെങ്കിൽ ആവാത്തിൻ്റെ അല്ല. അവൻ കുറെ കടഎടുത്തിട്ട് അഞ്ഞല്ല ഒഴിവാട്ടാക്കിയിട്ട് മങ്ങലത്ത് പൈസ ഇല്ലാണ്ട് മഹർ കൊടുക്കോ പൈസ ഇല്ലാണ്ട് ഇത്തരമുള്ള കഷ്ടപ്പെട്ടിട്ട് ഇരിക്കൽ വന്നിരമാണ്. അപ്പൊ അവനക്ക് ഈ മഹറിന്റെ ടെൻഷൻ വേറെ, മങ്ങലത്തെ ചെലവുടെ ടെൻഷൻ വേറെ, ഈ കുറെ ദരോടെ കോറന്മാരുടെ ടെൻഷൻ വേറെ. പൈസ റെഡിയാക്കുമ്പോൾ ഇതൊക്കെ റെഡിയാക്കണ്ടേ. അത് ഫസ്റ്റ് തുടങ്ങിയിട്ട് 1000 ആയിട്ട് 2000 ആയിട്ട് 5000 ആയിട്ട് 50,000 1 ലാഖ് വലിയ ലെവലുകളിൽ എത്തിയത്. ഇപ്പൊ എത്ര എത്രയാണ്ട് ഏറെ പിഴ എവിടെ എത്തിയത് നക്ക് പിടിയില്ല. അപ്പൊ അത് തീരാ നിങ്ങൾ ആരെങ്ങാണ് തിന്നതാറ ഹറാമു തിന്നിട്ട് ബലഞ്ഞ ശരീര ഫന്നാറു ഔലാവി ആ ശരീരത്തിന് നിറകയറ്റിക്കിടെ ഏറ്റവും അർഹതപ്പെട്ടതെന്ന് ചൊന്നര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്രയും ഹലാലായ ഫുഡുകളെല്ലാം ഉണ്ട്. ഹാളിൽ ഒലിഞ്ഞത് കൊമ്പനെ കുറെ ഫ്രിഡ്ജിൽ വെച്ചതുണ്ടു. ഇന്നലെ താലത്ത് കായ്ക്കത് കുറെ കായ്ച്ചതും മൺമസാലെല്ലാം നിറച്ച് വെച്ചതുണ്ടു. അതിനിടയിൽ വേറെ സുബൈക്ക് ദരോടാക്കണം. ആ പൊലിഞ്ഞത്തിന്റെ മയോല്ലോ വേറെ പൈക്കിടണ്ടേ അല്ല ഇത് വേടാ. അപ്പൊ ഈ രീതിയിൽ ദരോടാക്കണമെങ്കിൽ എത്ര സമാണ്. ഇതൊരു എക്സാമ്പിൾ ചൊന്ന് ഇങ്ങനത്തെ എന്തെല്ലാം ഉണ്ട് നക്കുപിടില്ല. അള്ളാഹു ആയാലും എന്തെല്ലാം ചെറിയ പുതിയ സ്റ്റുഡൻസുമാര് വലിയ സ്റ്റുഡൻസുമാര് ഹോട്ടൽ വിളിച്ച പോയിട്ട് ഗമ്മത്തിൽ തിന്നിട്ട് ബില്ല് കൊടുക്കും. പരിപാടിയിൽ പോകണ്ടേ റാഗിങ് ആക്കണേ അല്ല ഓൻ തിൻ്റെ താലല്ല അവിടെ ഹറാമല്ലത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹറാമ തിന്നിട്ട് വെറും കാല് ബഡ്ഡി മാത്രം ഹറാമല്ല. ബഡ്ഡിയുടെ പൈസ എടുക്കുക അറിയുന്നിട്ടു അതും എടുക്കരുത് മാമൂലിയായത്. ഇനി എന്താണെന്നോ അങ്ങ് അതൊക്കെ എന്തില്ല ചൊന്ന അതിനാണ്ട് അപ്പുറത്തേതായിട്ട് ഇവിടെ ആയിക്കൊണ്ടുള്ളൂ. ഇഷ്ടമില്ലാണ്ടല്ലേ ഒരു ദാവത്ത് പോയവിടെ, ഒരു നോമ്പുതുറക്ക് പോയവിടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്കത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗലിദര സദസ്സിൽ ഒരു ഈത്തപ്പല്ല വെച്ചിട്ടിന്നെങ്കിൽ പുറത്തയില്ലാണ്ട് അല്ല ഉണ്ടായില്ലേ ചെന്ന് പിടിയില്ലാണ്ട് എടുക്കരുത്. ശുഭഹത്ത് ഹറാമാലാല ഡൗട്ടുള്ളത് തീരാണ്ട് ചെന്ന് പഠിപ്പാറ്റിയോടെ ഈ ലൂട്ടിയാക്കരുതിനെ സംബന്ധിച്ച് എന്തൊരു ചൊല്ലാണ്. അങ്ങനെ ഒന്നും ചെണ്ടുമല്ല. സ്റ്റുഡൻസുമാർ ചെറിയ ഏജിലെ ഇത് പരിശീലനമാക്കിയിട്ട് വന്നുകൊണ്ടുള്ള അല്ലേ. ജൂനിയർ സീനിയർമാർ അല്ലേ, ജൂനിയർമാരെ റാഗിങ് ആക്കലേ അതിൽ സാമ്പത്തികമായിട്ടുള്ള ഈ വഴിപാട്ടും വന്ന് അങ്ങനെ വന്നിട്ട് മങ്ങലത്തെ ഒറ്റത്തറോടെ എല്ലാം വന്ന് പലതുമുണ്ട്. അതിൽ ഒന്ന് മാത്രമേ പിന്നെ ഞാനൊരു ക്ലാസ്സിൽ ചോദിക്കുന്നൊക്കെ സഡൻ നെനപ്പ് വന്ന്. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളുമുണ്ട് ഹറാമായത്. ഞാൻ ചൊന്നുകൊണ്ടുള്ളേ മനുഷ്യന്മാരെ സമ്പത്തിരെ അന്യായമായിട്ട് തിന്നിടങ്ങുള്ളാറല്ലേ അങ്ങക്ക് ഭയങ്കര കഠിനമായ അദാബു പരലോകത്തുണ്ടു ചൊല്ലതിരെ സൂചന ആക്കിയിട്ട് കാട്ടിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം വിധങ്ങ് ഇസ്ലാം രാജിക്കഴിഞ്ഞ മന്തെന്താക്കിത്ത് ആൽമാർഗ വിഷയ പടിപ്പാടി കൊടുത്തത് തീറാ അല്ലെ. ഹറാമായത് വേണ്ട, അന്യൻ്റെത് വേണ്ട. ആ കാലത്തിൽ ആരെങ്ങാണ് തിരിടങ്ങുന്നാറാ സ്വാഭാവിക കാലത്ത് ഇല്ല. അങ്ങ ഒരു നയ പൈസ ഹറാമായത് തൊട്ടെങ്കെത്തെങ്ങെന്തുമല്ല. അങ്ങ ഹലാല് കണ്ടെങ്കിൽ ഓടി വന്നാറുണ്ട് ഇടിക്കട്ടെ സ്റ്റോറി ചൊല്ലി. അങ്ങ ഹലാല് കണ്ടെങ്കിൽ പേടിച്ച് ഓടി കൊണ്ടിരുന്നാറ്. നല്ല ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് ഹലാലായത് കൊടുന്ന് വെച്ചെങ്കിൽ ബുൾപുട്ട് ഓടിന്നാറ്. ബിരിയാണി ബിരിയാണി ബുൾപ്പ് വേണ്ട. അങ്ങനെ ബിരിയാണി ഗമ്മത്തുള്ള കുറേ ഗമ്മത്ത് യാറായെങ്കിൽ അങ്ങ് പേടിച്ച് ബെരക്കട് കൈക്കാലല്ല ബെരക്കട ഇട്ടുള്ള സുഖങ്ങൾ ഞങ്ങൾ അനുഭവിക്കണം മുതനെയാവുള്ളൂ. അള്ളാഹ് കേട്ട് നങ്ങ് എന്തിനു ചൊല്ലേ ഞങ്ങൾ ഇതൊക്കെ ശുക്രാക്കോ ഞങ്ങൾക്ക് ആവിടാണ്ടല്ലോ പേടിച്ച് ബെരന്നോ ഇന്നാറ്. അപ്പൊ ആ സമാനിൽ പിന്നെ ഹറാം അങ്ങത്തിനാറ. ഇപ്പത്തെ സംബന്ധിച്ച ഇടിക്കല് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്ന എന്നങ്ങ പടിപ്പാടി കൊടുക്കും. നേരത്ത് ആരൊത്ത് മങ്ങിലെന്നെങ്കിലും ഓറുറുപ്പ് അങ്ങനെ ഡോങ്കിയാക്കോ കൊടുത്തീറ എന്നോടത്തരെ പിടിച്ചിട്ട് ദരോടാക്കുകയല്ല ബുടകും തീറ സപ്പോർട്ടാക്കും തീറ ഞങ്ങൾ 6 മുതൽ കൂടുകും തീറ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഇത് വേണ്ട. ഹലാലായത് അള്ളാഹു എത്ര തന്നിട്ട് ഐസ്ക്രീം കണ്ണിൽ കണ്ടിട്ടേ ഇല്ലേ.
പിന്നെ അവർക്ക് ജന്നാമത് വേണ അള്ളാഹു എത്ര സമ്പത്ത് വിശാലമാക്കി തന്നിട്ടില്ല. ഇനി പിന്നെ ആറാറിൽ ഊട്ടിയാക്കിടുന്നതിലേക്ക് പാവം അവൻ മര്യാദയിൽ വന്ന് മനസ്സിങ്ങനെ ടെൻഷൻ പിടിച്ചിട്ട് ഇവഞ്ഞായി ഫസ്റ്റ് ഭയങ്കര ഫസ്റ്റ് നൈറ്റ് ഉनको ടെൻഷൻ സുബൈക്ക് എത്ര ലൂട്ടിയാക്കിടാ 50,000 കൊമ്പന്നര യാറൊക്കെ കിടാറ എന്തരമാ അങ്ങനെ എത്ര വെച്ചാവില്ല. അവൻ്റെ കീ എടുത്ത് വെക്കിട്, അവൻ്റെ ഷൂ എടുത്ത് വെക്കിട്, അവൻ്റെ പാൻറ് എടുത്ത് വെക്കിട്. എത്ര ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കുസാൽക്ക് നാം വെച്ചില്ല. കുസാൽക്ക് ഒരു ചെറുപ്പെടുത്ത് വെച്ചിട്ട് തേട് വാട്ടിയതൊക്കെ മുത്ത് നബി സല്ലല്ലാഹു തങ്ങ അതിനെ സംബന്ധിച്ച് എത്ര സ്പഷ്ടമായ മെസ്സേജ് കൊടുത്തിട്ടിരിക്കുമ്പോൾ ഈ നിങ്ങളൗത്തുക്ക് ബിരുന്ദറായിട്ട് ഫസ്റ്റ് 2 ജാവ് വന്നെങ്കിൽ എത്ര പുതിയാമ്പിളരെ മങ്ങിനായിട്ട് ഫസ്റ്റ് 2 ജാവ് പണ്ടൊരു പുതിയാമ്പിൾ അവിടെ എൻ്റെ തോൽ വന്നെങ്കിൽ ഒത്ത ആൾട്ടായവണല്ല. ഫസ്റ്റ് വന്നെങ്കത്തെ ഒരു പുതിയാമ്പിള ചൊന്ന് എത്ര റെസ്പെക്റ്റ് ആക്കണായി, എത്ര ആദരിക്കണായി, എത്ര പിർസപ്പാട് കാട്ടണായ കുടുംബ ഫസ്റ്റ് റൗണ്ട് പിടിച്ചിട്ട് ഒരു ജാവും അല്ലേ. അവന് പറമ്പത്തിക്ക് തല വെച്ചാക്കിയിട്ട് വേണ്ട വരെ മുന്നോലെ സാപ്പ വെച്ചിട്ട് നമുക്ക് കൊടുക്കും വയറ് നടക്കണമല്ലേ, അത് കുറേ വയറ് റെഡിയാക്കും ചെന്നിട്ട് കുറേ സാപ്പ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു പെരുന്തരവേന നേരത്തു. അപ്പൊ അത് അത്രയും വലിയ തപ്പയിടിക്കട്. അതിപ്പോ നാങ്ങാതിരെ വിവരണാക്കിയിട്ട് ചൊല്ലാണ്ട് നിവൃത്തിയില്ല. അതുകൊണ്ടായിട്ടിക്കട് ഞാനത് ചൊന്നുകൊണ്ടില്ല. അത് ശ്രദ്ധിക്കണ എങ്കത്തൊരു വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നമുക്കത് തീരാണ്ട് പഠിപ്പായിട്ട് അങ്ങനെ പല ടൈപ്പിലും ഉണ്ട്. ഒരു ഉദാഹരണം ചൊന്നാണ്ട് മാത്രം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മുന്നിൽ പോയിട്ടാമത്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കാണ്ടു ഒരു വിഭാഗത്തെ. ആ വിഭാഗ ആക കെട്ട് പുറത്തോണ്ടുള്ള ഭയങ്കരമായ കെട്ട് പിന്നെ അങ്ങനെ മേൽ പുറപ്പാട്ട് അങ്ങ് താങ്ങുകാവാത്ത പുറത്തോണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നു താങ്ങുകാവില്ലേ. ഇവ നാളെ മേലിപ്പോ വലിയ ദിനത്തെ കുറെ കോളിലെ കെട്ടുകൊമ്പെന്ന് വെച്ച് നമുക്ക് പുറക്കും അവിടെ പുറത്തിട്ട് ആദത്തുള്ളങ്ങല്ലിക്കാറ് ചിലപ്പോൾ അങ്ങ് കൊമ്പോണ്ടാറ് അല്ലേ. നേക്കുള്ള കൊമ്പോണ്ടാറ് ഇങ്ങനെ പിടിച്ചോണ്ട് ഇട്ടിക്ക് കൊമ്പോണ്ടാറ് ഊട്ടി പിടിച്ച് അവിടുത്തെ ഒലിക്കറ അട്ടി നങ്ങും പോയും ഒരേ ഒരു ഇട്ടിക്ക് ഇടി കിട്ടാല എല്ലവും പൊടിയാവും. അത് വേറെ വിഷയം. താങ്ങുകാവാത്തത്ര പൊറുപ്പാട്ട് അങ്ങ് അതാപായിട്ട് അങ്ങിങ്ങനെ വിഷമത്തിലുള്ളതായിട്ട് കാണി ഇതാർച്ചൊന്ന് കേട്ടപ്പൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങ ചൊന്തു തങ്ങളൊട്ടിക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്തു ഇത് ആറ് കൊണ്ടുണ്ടാ ഇതൊരു കുറേ കള്ളമാ ഇങ്ങളൊട്ടിക്ക് വിശ്വാസം വെച്ചിട്ട് നമ്പിക്ക വെച്ചിട്ട് അങ്ങലൊട്ടിക്ക് കൊടുത്തെങ്കത്തെ അമാനത്തുണ്ടല്ലേ ആ അമാനത്തിനെ വേണ്ട പോലെ കംപ്ലീറ്റ് ആക്കാത്ത വഞ്ചനാക്കിങ്കത്തെ ആൾമാറ് നമ്പിട്ട് കൊടുത്തിര അവനക്ക് കാറ് റെന്റ്ക്ക് എടുത്ത പോയിടാ പോയവനക്കും പോയിട്ട് വിത്ര അങ്ങനത്തെ ഇതെല്ലാം നടക്കില്ല ഇപ്പ. പിന്നെ വിശ്വാസം വെച്ചിട്ട് കട കൊടുത്തിരേ പിന്നെ അവൻ ഫോണേ എടുക്കില്ല. എന്ത് ജാത്തിങ്ങാലേ അവന് പിന്നെ അഴിഞ്ഞ പോയിട്ട് സിയാറത്താക്കിട വേണ പിന്നെ വേറെ എന്തിനെല്ലാം ആക്കിടതെല്ലാം കാണുന്നുണ്ട് സ്റ്റേറ്റസിലെല്ലാം കാണുന്നു. അവിടെ ഗമ്മത്ത് ഇവിടെ ഗമ്മത്ത് അഞ്ഞ് ചുത്തോപ്പയുടെ കാശ്മീരത്തിലുള്ള തുള്ളെടുത്തും ഫോട്ടോ എടുക്കുന്നതും സ്റ്റേറ്റസ് എടുക്കുന്നു. ഓണ് ഇഞ്ഞ കൊടുക്കുമല്ലോ 5,000 രൂപ കൊടുത്തിട്ടില്ല 10,000 രൂപ അതിനെ നനപ്പേ ഇല്ല. അങ്ങനെ കൊടുക്കണമെന്ന് ചൊല്ല ബോധവുമില്ല. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആപത്തുണ്ടു ചൊല്ല ಬಗ್ಗೆ ടെൻഷനേ ഇല്ല. അതോടെ മറക്കെട്ടിട്ട് എന്ത് വേണമെങ്കാവട്ട് ഓൺ വിന്ദാസ് അഞ്ഞം പൈസ എടുക്കുക ഇഞ്ഞം പൈസ എടുക്കുക എല്ലാവരും ലൂട്ടിയാക്കണം. അപ്പൊ വിശ്വാസം വെച്ചിട്ട് നമ്പിക്ക വെച്ചിട്ട് ഏൽപ്പിച്ചെങ്കത്തതൊക്കെ എക്സാമ്പിൾ ധാരാളം ഉണ്ട്. വേറെ എക്സാമ്പിൾ ഇല്ലേ അങ്ങനെ നമ്പിക്ക വെച്ചിട്ട് ഇരിക്കുക ധനി ഒരു അങ്ങാടില്ല ഒരു ഷോപ്പിൽ ആ ധനി ഒരു സ്വർത്തം കൊണ്ട് വിശ്വാസം വെച്ച് ഏൽപ്പിച്ചു പോകണ്ടേ ഓണെന്തിരാക്കടേ എല്ലാം തുക്കം പോയെങ്കാവും പറയണല്ലേ. വിശ്വാസം വെച്ചിട്ട് ഒരാളുടെ സ്വർത്ത് കേൾപ്പിച്ചെങ്കിൽ അങ്ങോട്ട് ഓങ്ങിയാക്കും. അതിനെക്കാട്ട് വലിയൊരു ഉദാഹരണം എന്തിരേ ഒരബ്ബായോണു തൻ്റെ മോളെ വിശ്വാസം വെച്ചിട്ട് ഒരാൾക്ക് ഭയങ്കരമാക്കി കൊടുക്കടേ ഓൺ നോക്കുവാണ്ടല്ലേ കൊണ്ടുപോങ്ങിയാക്കടേ നോക്കില്ലേ അവനക്ക് വേറെ ചങ്ങായിപ്പാട്. അപ്പൊ ആ ചങ്ങായിപ്പാടിനെതിരെ ഫസ്റ്റ് ചെയ്യാൻ ഭയങ്കരമാവുകയല്ലേ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഡോങ്കിയുടെ കുറേ എക്സാമ്പിളെല്ലാം ഉണ്ട്. അങ്ങനെ ആക്കണെങ്കത്തെ ആൽമാർ ആഖിറത്തിൽ കഠിനമായ അതാവു സഹിക്കുക ആവാത്തെങ്കത്തെ ദിന്ന പൊറുക്കേണ്ടി ബറു ചൊല്ലതായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മിറാജിരെ ഇസ്രാ മിറാജിരെ യാത്രയിൽ കാണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോമ്പത്തു ഒരു വിഭാഗത്തെ കാണുക അങ്ങനെ കയ്യിൽ ഉകുറും ഈ ഉകുറു ചെമ്പുടെ ഉകുറ് പിത്തലരെ അല്ലേ ഇങ്ങനെ ഉദ്ദത്തെ ഉകുറ് വന്നിട്ടുണ്ടാകും. ആ ഉകുറിലും അങ്ങനെ മുഖവും അങ്ങനെ മെഞ്ഞും മേൽവെള്ളം ഇങ്ങനെ പരക്കിട്ട് ഇറച്ചും തോലെല്ലാം ഇങ്ങനെ പരങ്കിട്ട് എടുക്കുക. ഭയങ്കരമായ ഒരു അതാപം അങ്ങനമേ കയ്യിലുള്ളെങ്കത്തെ ഈ ചെമ്പുടെ ഉകുറിലും അങ്ങനമേ ശരീരത്തിൽ ഇങ്ങനെ പരങ്കിട്ട് ഇങ്ങനെ ഗായാക്കണെങ്കത്തെ ഒരു ശിക്ഷ. ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു هؤلاء الذين يأكلون لحوم الناس
വയഖഊന ഫീ അഅറാദിഹിം. ഇതാറ് പിടിയുണ്ട, ഇത് മനുഷ്യന്മാരെ പച്ച ഇറച്ചി തിന്നിട. പച്ച ഇറച്ചി തിന്നിടാറാ? പച്ച ഇറച്ചി ഇപ്പൊ നിങ്ങ കോല് തിന്നിടാറാ, ആട് തിന്നിടാറാ? പിന്നെ മനുഷ്യന്മാരെ തിന്നോ ഭാരി ഈസിയല്ലേ? ഗീബത്ത് ചൊന്നോണ്ടിക്കട്, തെച്ചിട്ട് എന്നോണ്ടിക്കട്. വയഖഊന ഫീ അഅറാദിഹിം. ആൾമാരെ മര്യാദ എടുക്കുന്ന പണി എന്തുണ്ടു? അത് ഭാരി ഒരു ബിസിനസ്. ആൾമാരെ എന്നോടും ആൾമാരെ ടീക്കാക്കൊടുത്തും എന്തെങ്കിലും ഒരു കമന്റ് ചൊല്ലാണ്ടിക്കുക മനസ്സാവില്ല അല്ലേ? കണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചൊന്നിട്ടാവണം. അത് എല്ലാരെയും ചൊല്ലണം. ആണ് ഗീബത്തും ആൾമാരെ മര്യാദ എടുക്കുന്നതും. വാട്സപ്പിലുള്ളപ്പ ഫുൾ ബിസി അല്ലേ? ഒരാൾ എന്തെങ്കിലും കട്ടിട്ട് ഇങ്ങനെ വീഡിയോ ആക്കി കൊഞ്ച് കാറുള്ളത്തിൽ പാതി ഗ്ലാസ് കീഴാക്കിയിട്ട് ഒരാൾ നിനക്ക് അങ്ങനെ വീഡിയോ ആക്കി, എന്നിട്ട് അത് ദുനിയാവിൽ വൈറലാക്കും. ഈ ദുനിയാവിൽ ഓണർ 1000 വർഷം ചെയ്യിച്ചെങ്കും വൈബാദത്ത് മയ്യാവല്ല, ബാക്കി ഞങ്ങൾക്ക് കൊടുക്കൂ, കുറച്ചൊന്നെങ്കിൽ കൊടുക്കൂ എന്നും വേണ്ടേ? ഈ ആൾമാരെ എന്നിട്ട് നീ നോക്കൂ. ഞങ്ങിപ്പോ ഇൽമിയുടെ സദസ്സ് ബന്ധിച്ചറാ. ഇൽമിയുടെ സദസ്സ് ബന്ധിച്ചെന്തിരാവടും ദോഷങ്ങൾ മാഫാവിടും. ഉളു എടുത്ത ഇഷാഖ് ഉളു എടുത്തിട്ട് പറയുമ്പത്തു ഉളുവിടെ തന്നെ ഒൽകുമ്പത്തു ആ ഉളുവിടെ അവയവത്തിൽ നിന്ന് ദോഷങ്ങളെല്ലാം ഒൽകി പോണു. ഫർദ് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച എന്തിനാവിടും? നിസ്കാരത്തെ സുജൂദു റുക്കൂ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഞങ്ങളെ ദോഷങ്ങൾ അത് 3 പോലെ വിധത്തിൽ ചെന്നെങ്കിൽ എക്സാമ്പിൾ ആക്കി ചൊല്ലുന്ന ഞങ്ങളെ ദോഷങ്ങൾ മാഫാവും. ഇതിലെല്ലാത്തൊരു ദോഷ മാഫാവിടെ. ഏത് ദോഷ? നീ ആരാറ് എണ്ണിയതല്ല മാഫാവിട. ആർമാര് എണ്ണിയതും ഗീബത്ത് ചൊന്നതും മാഫാവില്ല. അപ്പൊ നിങ്ങൾ ഇൽമ പഠിക്കണം. ഞങ്ങൾക്ക് എത്തങ്ങാകുമ്പത്തു ഒരുപക്ഷെ നിങ്ങൾ ഡെയിലി ക്ലാസ് പണ്ണക, ഡെയിലി നിസ്കാര ഉതുവല്ല കറക്റ്റ് നിർവഹിക്കണങ്ങാണ്ടായെങ്കിൽ ഇബിലീസ് തോന്നുകയാണ് ഇങ്ങനൊട്ടിക്ക് ഇപ്പൊ ഞാൻ കുറെ കളവ് ചൊല്ലുപാടി പ്രയോജനമില്ല. ഇങ്ങനെ പിന്നെ പോയിട്ട് തോപ്പാക്കിടാറ്, ഇൽമണ മജ്ലിസിൽ പോയി തേക്കിടാറ്. അപ്പൊ അങ്ങനെ ദോഷം മാഫാവുള്ളൂ. ഈ മാഫാവാത്തൊരു ദോഷം എന്തെങ്കിലും ആക്കുവാട്ടാ, അത് പിന്നെ മാഫാവില്ലല്ലോ. ഏതത്? ആൽമാറ് കൊടുക്കണായ ഹക്കടപാട്, ആൽമാരെ ഗീബത്ത് ചൊന്നത്, ഇത് മാഫാവില്ലല്ലേ? ഇപ്പൊ അങ്ങനത്തെ പേര് മാഫി ചെയ്യണം. ഒരാളുടെ പേര് ഞാൻ നിന്റെ എന്തെങ്കിലും ചൊന്നര, നിനക്ക് മാഫാക്ക് എന്തൊരു ചൊന്നര, ഞാൻ നിന്റെ ചൊന്നര, അങ്ങനല്ല എന്തൊരു ചൊന്നര കേട്ടിന് ചൊല്ലു സാധ്യമുണ്ടാ? റിമങ്ങിൽ തൊത്തുപോയാറ്, റുബുലിമനോട് കണ്ടാറ്, കുറേ കമന്ററിൽ എന്തൊരു മറ്റേ വിലയിടും, അങ്ങനെ ബൊമ്പ വിലാക്കിയത് നിങ്ങളെ വേണം, അങ്ങനെ ഇതെല്ലാം ഇടാറ്. അപ്പൊ എന്തിനാവും? അത് മാഫാവില്ല. നീൽമടി സദസ് ബന്ധിച്ചത് കൊണ്ട് മാഫാവടാ. ബുൽപുട്ട് കണ്ടിട്ട് തന്നെ ഒൽകിത്ത് കടലിൽ എത്ര ഒൽക്കിങ് മാഫാവടാ. അങ്ങനത്തെ മാഫ് കേൾക്കണ്ടേ? അപ്പൊ ഇബ്ലീസ് ഏറ്റവും വലിയ പണിയായിടിക്കിട് അതാക്കുവാട്ട്. അതിപ്പോ നിങ്ങൾക്ക് കാണില്ലേ? നമ്മുടെ നാട്ടിൽ തൗബാലാക്കിയിട്ട് ബുൽപുട്ടൊരു ജാല് പോയിട്ട് പിന്നെ എണ്ണ തേക്കിടാറ് അല്ലേ? ബില്ലാസ് ചുമ്മാ കഴിഞ്ഞിട്ട് എല്ലാ സൽക്കർമ്മങ്ങളാക്കിയിട്ട് പിന്നെ പോയിട്ട് ജാല് പോയിട്ട് പിന്നെ മെന്നിടാറ്. ഏത് മജ്‌ലിസ് ഏത് വാള് എവിടെയായെങ്കിലും ലാസ്റ്റ് ഒരു എണ്ണലുണ്ടല്ലേ? അപ്പൊ ഈ ആക്കിട സൽക്കർമ്മങ്ങളെല്ലാം ബാത്തിലാക്കുക, പിന്നെ അത് മയ്യാവും അല്ലേ? ചെന്നെങ്കിൽ ഞങ്ങളതിൽ സൽക്കർമ്മം എന്നതെല്ലാം അപ്പുറം കൊടുക്കണം അവിടെ അല്ലേ? അപ്പൊ ആക്കിയ സൽക്കർമ്മത്തെ ಬಗ್ಗೆ അവൻ ടെൻഷൻ ആക്കില്ല. ഇത് അപ്പുറം കൊടുക്കുള്ളതല്ലേ? അത് കൊടുത്ത് കാലിയാവും. കൊടുപ്പാട്ടുള്ള പണി എന്തിനുണ്ടു അതാക്കട്. മാരി ശ്രദ്ധിച്ചിട്ട് വേണം അല്ലേ? അള്ളാഹു നാവ് അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ മാത്രമേ യൂസ് ആക്കുള്ള തൗഫീഖ് ഓർമ്മ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ആരെയും എന്താക്കണ്ട, ഇങ്ങനെ നോടിക്കിടെ പണി പോകണ്ട. അമലാക്കുമ്പത്തു ബാത്തിലാവാത്തെങ്കത്തെ അമലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ ചൊന്തൽ ബെല്ലാസരന്റെ ഇരിക്കിട് നിങ്ങളെ നാളുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നാള് ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ. നിങ്ങളെ നാളുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നാള് ജുമുഅ നാൾ. ആ നാളിലിട്ടിട്ട് ഈ ലോകാവസാന ആവുകമേനായിട്ടുള്ള ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം ഊതുരെ ആ നാളിലിട്ടിട്ട് ദുനിയാവുടെ എല്ലാ ആൽമാറും മഷറക്ക് പോണ്ടേ. ഖിയാമത്ത് നാളായിട്ട് ചെന്നാമത് മഷറക്ക് വിചാരണമേനായിട്ടുള്ള പോക്കും അതും ജുമുഅ നാളിലിട്ടിട്ട്. അതുകൊണ്ട് അത്രയും ആഫത്തും അത്രയും പേടിക്കേണ്ടെങ്കത്തെ സഫറയിടിക്കിട് മഷറക്ക് പോണ്ടേ. അതുകൊണ്ട് അണ്ടത്തെ നാളിൽ നിങ്ങൾ എന്തിനാക്കുറു? ഫാക്സിറു, നിങ്ങൾ ബറാബരിയാക്കുറു. എന്തിനാക്കുറു? നിന്റെ മേൽ ബറാബരി നിങ്ങൾ സ്വലാത്ത് ചൊല്ലുറു. എന്തിനാണ് ചൊന്നേ?
മശ്ശറക്ക് പോകണ്ടെങ്കിൽ ആ പോക്ക് പോകുമ്പത്തു നഷ്ടപ്പെടാത്ത ഇബാദത്ത് എടുത്തുകൊണ്ട് പോണു. മശ്ശറ പോകുമ്പോ അല്ലേ, അതുപോലെ ഭയാനകമായ ഖിയാമന്നാളാമ പേടിയാവിടല്ലേ. അവ ആ പേടിയാകുമ്പത്തു ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാത്തെങ്കത്തെ സൽക്കർമ്മങ്ങൾ വേണം. നഷ്ടപ്പെടാത്ത സൽക്കർമ്മം ഏതത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത്. ഞാൻ നിസ്കരിച്ചതും ചിലപ്പോ നിസ്കരിച്ചിട്ട് പുറത്തു പോയിട്ട് ആരെ കൈവച്ചെന്നെങ്കിൽ തന്നെ നിസ്കാരം ചിലപ്പോ അവർ കൊടുക്കേണ്ടി വരും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ചൊന്ന സ്വലാത്ത് മാത്രം ആർക്കും ഓതിയാക്കി വെക്കില്ല. അതങ്ങനെ ചൊന്നെങ്കിൽ ചൊന്ന ബല ഒടിക്കണം. അങ്ങനത്തെ ഒരു ഇബാദത്ത് വേറെയില്ല. അന്നിപ്പത്തങ്ങ ചൊല്ലന്തല്ലേ മഹ്ശറക്ക് പോകണ്ടേ പോക്കത് ബില്ലാസ അല്ലേ, ഖിയാമന്നാളാവിടെ ബില്ലാസ. അതുകൊണ്ട് അണ്ടത്തെ നാൾ നിങ്ങൾ ബറാബരി നിസ്കരിക്കറൂ, അല്ലാണ്ടത്തെ നാൾ നോമ്പിടിക്കറൂ. ആണ് ചൊന്ത നഷ്ടപ്പെടാത്തൊരു സൽക്കർമ്മം ഉണ്ടല്ല, അത് നിങ്ങൾ ബറാബരിയാക്കുറു ബില്ലാസറുണ്ട്. ഫൈന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ല സ്വലാത്ത് നക്ക് അണ്ടത്തെ സ്വലാത്ത് കാണിക്കപ്പെട്ട് അള്ളാഹു കാട്ടാ. അപ്പൊ അണ്ട് സ്വലാത്ത് ചൊല്ലും എന്തിനാവണം? പണ്ടത്തെ ഞങ്ങളെ കണ്ടില്ലേ വെള്ളിയാസരുണ്ട്, മകരിബായ സാത്ത് നല്ല ഡ്രസ്സെല്ലാം ഇട്ടാറ്, പെണ്ണിങ്ങായകളെ ബേവുള്ളോർത്ത് ഭർത്താർ ജുബ് മക്കളിലിട്ടാർ സ്വലാത്ത് ചൊന്നാറ്, കൈക്കാൽ കുത്താക്കി സ്വലാത്ത് ചൊല്ലെങ്കിൽ അവന്റെ വിധങ്ങ് നോക്കിക്കൂടുന്നതിന്റെ സ്വലാത്ത് ചൊല്ലത്. ബില്ലാസറിന്റെ പ്രത്യേകിച്ച് നോക്കണല്ലേ. അപ്പൊ ബില്ലാസറിന് ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ നോക്കുമ്പോ നിന്റെ സ്വലാത്ത് ആ സ്റ്റൈലാവണം. ബില്ലാസറിന് സ്വലാത്ത് മദീസിക്ക് പോകേണ്ടത് കേട്ട് നബിസല്ലാ തങ്ങ ഞങ്ങൾ നോക്കും. ഓരോരുത്തരുടെ സ്വലാത്തും നബിസല്ലാ തങ്ങൾക്ക് അള്ളാഹു കാട്ടിക്കൊടുക്കണം. അപ്പൊ അണ്ടത്തെ സ്വലാത്ത് ആ സ്റ്റൈലാവണം, അല്ലെങ്കിൽ മാനമാവണം. ബില്ലാസറിന്റെ പ്രത്യേകിച്ചിട്ട് നബിസല്ലാ തങ്ങ നോക്കുമ്പോൾ നോക്കോ ബേന്മായ എനിക്കത്തെ ഡ്രസ്സ് വേണു. നബിതങ്ങ നോക്കുമ്പോൾ എൻ്റെ നോക്കലല്ലേ ಅದಕ್ಕೆ ಬೇನ್മായ സ്റ്റൈലിൽ കമ്മണ വേണു, ಅದಕ್ಕೆ ಬೇನ್മായ സ്റ്റൈലിൽ ഞങ്ങൾ തെച്ചിട്ട് വേണു, ಅದಕ್ಕೆ ಬೇನ್മായ സ്റ്റൈലിൽ ഇങ്ങനെ നനപ്പാക്കി സ്വലാത്ത് ചൊല്ലണം. അപ്പൊ അവിടെ ആ ആഫത്തുള്ളെങ്കത്തെ ഘട്ടത്തിൽ ബച്ചാവാകുവാനായിട്ട് നഷ്ടപ്പെടാത്ത സൽക്കർമ്മമായ സ്വലാത്ത് നിങ്ങൾ ചൊല്ലൂ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇബ്ലീസ് എന്തിനാക്കട മാഫാവുടെങ്കത്തെ ദോഷങ്ങൾ നല്ല വിഷയം. അവിടെ മാഫായി കിട്ടിയ ദോഷങ്ങളുണ്ടല്ലേ, അതാക്കുവാട്ടിങ് അവിടെ ടൈം വേസ്റ്റ് അല്ലേ. മാഫാവാത്ത ദോഷങ്ങളാക്കുവാട്ടിരുന്നെങ്കിൽ ഇത് ഗീബത്തെല്ലാം ചൊല്ലത്. അതാണ് ഇസ്രാ മിറാജിൽ തങ്ങക്കാണ്ട്. ഞാൻ സ്വലാത്തിലെ വിഷയം ഞാൻ അതിലെല്ലാം എനിക്ക് ഓർമ്മപ്പെടുത്തിയാണ്ട് മാത്രം. സ്വലാത്തിലെ വിഷയം നോക്കൂ. ഒരു മനുഷ്യ ബിദ്അത്തുകാരനായെങ്കിൽ മൻ അഹ്ദസ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി. ഒരു മനുഷ്യൻ ബിദ്അത്തുകാരനായെങ്കിൽ അല്ലെങ്കിൽ ബിദ്അത്തുകാരന്മാർക്ക് പേന്മായ വ്യവസ്ഥ എല്ലാക്കിയിട്ട് അങ്ങ് സപ്പോർട്ടെല്ലാക്കിയിട്ട് അങ്ങനെ ബൽത്തുക്ക് കോരി അരക്കിടാറില്ല. ഓണതെന്തോ അല്ല, അങ്ങനെ ബൽത്തിരി ഒരു സേസ് ബൽത്തിരി അങ്ങനത്തെ പണി ആക്കിടാറില്ല. അങ്ങനെ ആയെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാ, അവൻ്റെ മേലെ അള്ളാഹുടെ ലഅനത്തുണ്ടല്ലോ ചൊന്തു. ആ ഹദീസിൽ ചൊല്ലു. അങ്ങനെ ഫർളും സുന്നത്തുമായ ഒരു ഇബാദത്തും അള്ളാഹു കബൂലാക്കല്ലാണ്ട്. പിന്നെ സലാത്ത് ചൊന്നിട്ട് മാത്രം കബൂലായെങ്ക അല്ലേ, സലാത്ത് ചൊന്നിട്ട് മാത്രം കബൂലായെങ്ക അത് കേട്ടങ്ങ് സലാത്ത് ചൊല്ലുമില്ലേ അല്ലേ. സലാത്ത് മതിൽ ചൊല്ലുമ്പോൾ അങ്ങ് തുല്ലിക്കളിച്ചുകൊണ്ടിരിക്കുക. ഒരു സമയം അത് കബൂലായും പിന്നെ അത് പിന്നെ അവിടെ ബാത്തിലായി പോകണില്ലല്ലേ. ബാക്കി സൽക്കർമ്മങ്ങൾ അത് പിന്നെ അപ്പുറം ബാത്തിൽ അത് സ്വീകരിക്കില്ലല്ലോ, അത് ആക്കിക്കൊണ്ടിരിക്കാറ്. ഈ ബാത്തിലാവാത്ത സ്വീകാരപ്രദമായതുണ്ടല്ലോ, അതിൽ തൊട്ട് ഭയങ്കര അലർജുമങ്. നബിതങ്ങളെ നല്ല വിഷയം ചൊല്ലും, അത് ചൊല്ല പാട്ട് പ്രസംഗിക്കടെ, നബിതങ്ങളെ മൗലിദോദരെ നബിതങ്ങളും അതെല്ലാം സ്വലാത്തല്ലേ. അവിടെ മകളെ കാണല ഭാഗ്യമില്ല. അപ്പൊ നാ ചൊന്നുകൊണ്ടുള്ള നാളെ നാവു ഗീബത്തും നമീമത്തും അല്ലെ അതിൽ തൊട്ടിട്ടു ഭാര്യ ജാഗ്രത ആക്കണം. ഞങ്ങൾ ആക്കടെ സൽക്കർമ്മ ഭാര്യ തെല്ലല്ലേ ഇവിടെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊമ്പുടെ കൈ ബെരലിലുള്ള ഉകുറ് കൊണ്ടങ്ങനെ മുഖത്തെയും ശരീരത്തെയും ഇങ്ങനെ പെരക്കി ഗായാക്കടെങ്കത്തെ ഒരു ഘടന അത് വല്ലാത്ത ആഫത്തെ ഇരിക്കണം. നബി സല്ലല്ലാഹു തങ്ങ ഇസ്രാ മിറാജിനുണ്ട് കണ്ടത്. അപ്പോൾ തെല്ല നാവിടെ എന്താക്കണം, സൂക്ഷിക്കണം. ഞങ്ങൾ മറന്നിട്ട് ഞങ്ങളെ നാവിൽ അങ്ങനത്തെ മണ്ണിങ്ങ് ഞങ്ങൾ ആരുടെ പൽക്ക വരും ഞങ്ങൾ എതിരില്ലെന്നോ ഞങ്ങൾക്ക് നെനപ്പാക്കണം. വേണ്ടക്കിട്ട് വേണ്ട പോട്ടത് അല്ലേ. ജന്മൊന്നും പറഞ്ഞ് നിങ്ങൾ നെനപ്പാക്കിയ നേരാവിടും അത് പിന്നെ പൽക്ക വരരുത് വേണ്ടാട്ടോ. ഇത് കേക്ക് കുസി ആവിടും ഓക്കാണ് കുസി അവിടെ. അപ്പൊ അതുകൊണ്ട് എന്തിനാക്കും ഭാര്യ ജാഗ്രത ആക്കണം. ഞങ്ങളെ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കരംഗത്തെ പഞ്ചായത്തിക്ക് ഞങ്ങൾ കണ്ട അങ്ങനത്തെ പക്കത്തിൽ ഞങ്ങൾ എന്നെ അവിടെ എഞ്ചു പോകുന്നുണ്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നു. അപ്പം അതായിട്ട് മുത്തനബി സല്ലല്ലാഹു തങ്ങ കണ്ടേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇങ്ങനെ പോകുമ്പത്തു ഒരു പക്കത്തിൽ ഒരു പുത്തരെ ഒരു വലിയൊരു ജീവി പുറത്ത് ബണ്ട്. ആ പുറത്ത് വന്ന ജീവി
പറത്ത് വന്നാൽ പിന്നെ അതേ പൊത്തുക്ക് റിട്ടേൺ പോകും നോക്കൂടു വലിയൊരു പോത്തു അത് അതേ പൊത്തുക്ക് പോകും നോക്കൂടു മാത്രം റിട്ടേൺ അതുൾക്ക് പോകാവില്ല അത് ശരിയല്ല അതൊരു പറത്ത് വന്നത് പിന്നെ റിട്ടേൺ പോയിട്ട് ബന്ധവിടക്ക് പോയിട്ട് ಅದಕ್ಕೆ ബച്ചാവ് ആവുകയാവില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനു കേക്ക് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിബ്രീൽ അലൈഹി സ്വലാം ചൊല്ലു അത് കൊരിയാൽമാറുള്ളാറ് പലക്ക വരാറ് വലിയ പലക്ക അത് ബായുടെ മൂന്നിട്ടിക്കിട് പിന്നെ അതിന് പെറുകൊടുക്കുകയാവില്ല അങ്ങനത്തെ പലക്ക വരങ്ങിക്കിടാറ് കൊരിയാള് പിന്നെ കേദിക്കിടാറ് ഞാൻ അങ്ങനെ ചൊന്നല്ല ചൊല്ലു തീരന്ത് അല്ലേ നാനങ്ങനെ പറയൂ തീരന്ത് നാനങ്ങനെ അങ്ങനെ ചൊന്നാർ ചൊന്നിട്ട് അപ്പമേ അർത്ഥത്തിൽ ഇങ്ങനെ ചൊല്ലു തീരന്ത് എന്നൊക്കെ പിന്നെ അതിന് പെറുകൊടുക്കുകയാവില്ല ചൊന്നിട്ടായി വീഴും അങ്ങനെ ആവില്ലേ അപ്പൊ അത് പൽക്കവർക്ക് മുന്നോല ആലോചന ആക്കണായ വിഷയ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ അർത്ഥത്തിൽ എന്തിരമാവൊന്ന് ചൊന്നുപോകണം അള്ളാഹു കാക്കട്ടെ തപ്പിട്ടെന്ന് ഞാൻ ചൊല്ലേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്മാർ നല്ല ചങ്ങന്മാർ എന്തോ ഒരു ഘട്ടത്തിൽ ഒരു പലക്ക ബായിൽ വന്നു പോയി അതവണ് കഴിച്ചു പോയത് പിന്നെ അവൻ എന്തായാലും ആ 10-20 വർഷമാണ് 30 വർഷമാണ് 40 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരൊറ്റ പലക്കത്തിലില്ലാണ്ടാവും പിന്നീട് അതിനെ പെറുകൊടുക്കുകയാവില്ല എത്ര സ്വാരി കേട്ടെങ്കിലും എത്ര അരുകി പിടിച്ചെങ്കിലും എത്ര എന്താക്കിയെങ്കിലും ആ മനുഷ്യൻ പിന്നെ എന്തായാലും നക്കതൊരു ഒരു മുഖമേ ഇതാവത്തെ നക്കതൊരു ഇതാ എന്തെങ്കിലും അതൊരു സമാവില്ല അല്ലേ മാപ്പിള കുഞ്ഞായിമാരുടെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കരുത് ഒരു പലക്ക ചിലപ്പോൾ തൊലാകൃതല്ല സംഭവിക്കരുത് അല്ലേ അർത്ഥത്തിൽ ചെന്നുപോയ അപ്പൊ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിലേക്ക് അത് ഫസ്റ്റ് ജാഗ്രത ആകും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജിലെ യാത്രയിൽ കണ്ട പിന്നൊരു ദൃശ്യമായിട്ട് കൂടെ ചൊന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിങ്ങനെ ഞങ്ങൾ തേരുള്ളിങ്ങനെ പോയിട്ടുള്ള ആ തേരുള്ളിങ്ങനെ പോകുമ്പോൾ അവിടെ നല്ല കമ്മണ വേണം നല്ല സംപു കാത്തും നല്ല കമ്മന ഇങ്ങനെ ബന്ധമുണ്ട് സംപു കാത്ത് അല്ലേ സംപു കാത്തും പണ്ട് ആ കാത്തിലോട് കൂടെ കമ്മനയും പണ്ട് കരീഹിൽ മിസ്കി കസ്തൂര കമ്മന പോലെ നല്ല അടിച്ചുകൊണ്ടുണ്ട് കമ്മന ഭാരി കമ്മന വസമിഅ സൗതൻ പിന്നെ ഒരു ശബ്ദം കേട്ടുണ്ട് നല്ല കേക്കു നല്ല കൊസിയുള്ളേ നല്ല റാഹത്തുള്ളേ നല്ല സമാധാനമുള്ളെങ്കത്തെ ശബ്ദവും കേട്ടോണ്ട് കർക്കശമായ ശബ്ദമല്ല ഒരു മംഗലത്ത് പോയിട്ടാകുമ്പത്ത് ഒരു മംഗലത്തെ മുന്നലത്തെ ഉണ്ട് ഒരു മൈലാഞ്ചിര കാര്യക്രമത്ത് പോയിട്ടാകുമ്പത്തോട് ബുർദായുണ്ടുണ്ട് അപ്പോൾ അവിടെ ഒരു വയസ്സായ ഒരാളിട്ട് ഇങ്ങനെ പൽക്ക് പറയുമ്പോൾ അതിൽ 2-3 ಪಟ್ಟ ಚೊಂತು ನಕ್ಕ ಸಮ ಅರ್ಥವಿಲ್ಲ ಇನ್ನೊಡು ಬುರ್ದ ಅರ್ಥ ಸೌಂಡುಲು ಅರ್ಥವಿಲ್ಲ ಬೆಳಗ್ಗೆ ಅರ್ಥ ಬಂತ ಇಲ್ಲಿ ಚೊಂತು ಈ ಊಡಗಲ್ಲ ನಂಗೆ ಬಂಡೆ ಮಜಲಿಸ್ಗಲ್ಲ ನಂಗೆ ಎಂದಿ ಬಂಡರು ಕುಟುಂಬತ್ತಂಗಲ್ಲ ಮುಂಡುം പൽക്ക് വരയും ശരിക്കും റാത്തേക്ക് ഈ സൗണ്ടിൽ നമുക്ക് പൽക്ക് വരെ ನಂಗೆ എന്തി കാല് കൊണ്ടിട്ട് ഇങ്ങനെ വായ്പൊത്തി പോകണല്ലാണ്ട് ഒരു മനുഷ്യക്ക് സലാം ചൊല്ലുകയാവില്ല സലാം ചൊന്നേരം മടക്കുകയാവില്ല ചൊന്ന് ചില സന്ദർഭത്തിലാണ് ആവുള്ളൂ പിന്നെ അവിടെ എന്തി ബുർദ ആക്കടേ എന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഡാൻസ് ആക്കില്ലേ അപ്പൊ ആ അതിര ഇല്ലാണ്ടാക്കുമായിട്ട് ഇതാക്കടേ പക്ഷെ ഇയാളൊരു ഹിരിയ ഒരാൾ ചൊന്നതും ഒരു അർത്ഥമുള്ളെങ്കിൽ എത്തൊരു വിഷയമേ അല്ലേ ചില സന്ദർഭത്തിലാണ് അവിടെ അല്ലേ ശരി ഒരു നേരത്ത് പോയിട്ട് റാത്തല്ലേ ഭയങ്കര തെരജ്മെന്റ് ആയിത്താൽ ഇന്നും കേൾക്കുമ്പോൾ അയാൾ ഇപ്പൊ എന്നിട്ട് ഇങ്ങനെ നോക്കുക അയാൾക്ക് എന്തായാലും കേൾക്കില്ല സ്പീക്കർ കേൾക്കില്ല അപ്പുറം പോയിട്ട് കാത് കൊടുക്കുക ഉള്ള പെൻഡിങ് ഉള്ളാറ് അപ്പൊ നിവൃത്തിയില്ലല്ലേ അങ്ങനെ ആവോടുണ്ടായാൽ ഭാര്യ ബേജാറിൽ ചൊന്തു ഇവിടെ പോയി രോഗത്തുണ്ടാ ഇപ്പൊ ചൊന്തയാൽ അപ്പൊ ഏതായാലും അങ്ങനത്തെ കർക്കശ ശബ്ദമല്ല പിന്നെ നല്ല കേൾക്കുക നല്ല റാഹത്തുള്ളെങ്കത്തെ ശബ്ദ അല്ല അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ നല്ല റാഹത്ത് അവിടെ എന്ത് ടെൻഷനും തീന്ന് പോകണ്ടെങ്കത്തെ നല്ല ഖുർആനും അതും നല്ല മുർദ അല്ലെ നല്ല മദ്ഹ് ചിലപ്പോൾ നല്ല വാഴ് ചിലപ്പോൾ നല്ല വായുതങ്ങളായ വലിയ വലിയ ആലിമ്യങ്ങളെ വാഴതല്ലേക്ക് തെച്ചെങ്കിൽ ഇങ്ങനെ 2 ഗಂಟೆ ആയി പിടിയാവില്ല അല്ലേ കേട്ടത്ര ഇനിയും കേൾക്കുക അങ്ങനത്തെ നല്ല ശബ്ദങ്ങളില്ലേ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കും ഫഖാല യാ ജിബ്രീൽ മാ ഹാദാ അതിന്റെ ശബ്ദം കേൾക്കടേ അതിന്റെ കമ്മന വേണ്ടേ ഖാല ഹാദാ സൗത്തുൽ ജന്ന ഇത് സ്വർഗത്തെ കമ്മന വന്നോല്ലേ ഇത് സ്വർഗത്തെ ശബ്ദം കേട്ടോല്ലേ സ്വർഗത്തിൽ കർക്കശങ്ങളൊന്നും ഇല്ലല്ലേ സ്വർഗത്തിൽ നല്ല ശബ്ദവും നല്ല സുന്ദരമായ ശബ്ദവും നല്ല കമ്മനയും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ സ്വർഗത്തിപ്പോൾ കൂടെ ഞങ്ങൾ ഊതിട്ടെങ്കിൽ ജാലിഞ്ഞ പറമ്പത്തി ഉൽക പറമ്പ് കമ്മന പണ്ട് അല്ലേ ബറാബരിടണം നീട്ടിട്ടാകുമ്പോൾ കമ്മന വേണം സ്വർഗത്തിൽ എന്താവും കൂടെ കത്തുവാട്ടിയെങ്കിൽ സ്വർഗത്തിൽ എത്ര കിലോമീറ്റർ തോറും അല്ലേ അത്ര കമ്മണ കിലോമീറ്റർ കണക്കിൽ ദൂരത്തേക്ക് കമ്മണ ഇങ്ങനെ പറത്തോണം ഊടെ പറത്ത് സ്വർഗത്തെ കമ്മണ ഇവിടെ വരലെന്താ
സ്വർഗത്തെ കമ്മന ഇവിടെ വേണ്ടിയില്ലേ? വേണ്ടിയാ വേണ്ട? സ്വർഗത്തെ കമ്മന ഇവിടെ വരലെന്താ? ദുനിയാവ് വന്നിട്ടില്ലേ? കമ്മന ആർക്കും വന്നിട്ടില്ലേ? ഞങ്ങളെ മൂക്ക് വന്നേ, ഞങ്ങളെ മൂക്കു ഈ ഹറാമും ഗലീജല്ല അതിൽ ബന്ധായി വീഴ് അല്ലേ മണക്കിട് അല്ലേ? യുദ്ധത്തെ രണാങ്കണത്തിൽ നിങ്ങൾ സ്വർഗത്ത് വേനായിട്ട് എനിക്കൊരു യുദ്ധത്തിൽ ഭർത്താവൂറും ചൊല്ലുമ്പത്തു ഒരു സാഹബി ചൊന്നില്ലേ എന്നേ, ഇന്നീല അജിദു റീഹൽ ജന്നത്തി മിൻ വറാഇ ഉഹദ്. അല്ലേ, ഈ ഊത് കുട്ടിയുടെ അപ്പുറത്ത് നക്ക് ഊത് യുദ്ധത്തെ രണാങ്കണത്തിൽ ചെല്ലേ സ്വർഗത്തെ കമ്മന വന്നുകൊണ്ടു അങ്ക് മണത്തര് സ്വർഗമണക്കിടെ അങ്ക ആ സ്വർഗത്തെ കമ്മന അടിച്ചിട്ട് അങ്കും നങ്കും മൂക്കൊന്നേൽ ഒരേപോലത്തെ മൂക്കല്ലേ? അങ്ങ് മനുഷ്യന്മാരല്ല, ബംഗാര മനുഷ്യന്മാരെ. പക്ഷെ ഞങ്ങളെ നഫ്സ്, ഞങ്ങളെ കൽബ്, ഞങ്ങളെ ആത്മീയമായത് ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങളത് ഡിമ്മായി ആയിട്ട് അതൊക്കെ ശരി അല്ലേ? അത് ബലിയാവണം. അള്ളാഹു ആക്കി തറുമാരാകട്ടെ. അതാണ് ക്ലാസ് വന്നെങ്കിൽ നല്ല മജ്‌ലിസുകൾ പറമ്പത്തു തെല്ല് വലിച്ചാവിടെയാണ് അല്ലേ? പിന്നെന്താ വേണ്ടത്തെ കണ്ടും ജന ചിമ്മാവണം. അങ്ങനെ ചിമ്മാവുമ്പോഴത്തേക്ക് അതിൽ വിളിച്ചാക്കിക്കൊണ്ട് പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ബെൽച്ചായിട്ട് മരണപ്പെടുന്നു. അപ്പം മരിക്കലിങ്ങത്തെ സമയത്ത് സ്വർഗ്ഗം കാണാം. അതേ കണ്ണല്ലേ മരിക്കണ കണ്ണ് മലക്ക് മറന്നിട്ട് എടുത്തിട്ട് വേറെ കണ്ണ് വയ്ക്കുക അല്ലല്ലേ? അതേ മനുഷ്യമേ. പക്ഷെ ആ കണ്ണുകൊണ്ട് സാമാന്യമായി കാണേണ്ടതല്ലാത്ത അസാമാന്യമായതും കാണുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇടിക്കട് സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു മീകായിൽ അലൈഹി ഇസ്ലാമിയുടെ കണ്ടേ അല്ലേ? മീകായിൽ പള്ളി ചൊന്നൊരു പള്ളി ഉണ്ടല്ലേ, ആ മീകായിൽ ഇസ്ലാം വന്നത് കണ്ട് ഞങ്ങൾ പ്രത്യേകമേ കണ്ണിന്നേ. പക്ഷെ ആ കണ്ണ് മറയില്ലാത്ത കണ്ണായിട്ട് എന്ത് കണ്ടത്? കൽബിടെ കാണുക മരയില്ലാത്ത രീതിയിൽ ഞങ്ങളെ കണ്ണുകൾ അല്ലാഹു പവർ കൊടുത്തിട്ടിക്കള. ഞങ്ങൾക്ക് ഒരേ മരമെല്ലാം ഉണ്ട്. ഇതേ സമയം കാണില്ല, എതിരൊരു തെച്ചിത് പിന്നെ കണ്ണടിയിൽ വെക്കേണ്ടി വേണ്ട. പിന്നെ ബാക്കി അഭൗതികമായത് അസാമാന്യമായത് എങ്ങനെ ഞങ്ങൾക്ക് കണ്ടല്ലേ? അപ്പൊ കണ്ണുകും കാതുകും മൂക്കുകും എല്ലാത്തും മര എടുക്കപ്പെട്ടെങ്കിലത്തെ ഒരു പവർ കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സ്വർഗത്തെ കമ്മന ഇടിക്കരുത്, സ്വർഗത്തെ ശബ്ദ ഇടിക്കരുത്. തഖൂലു യാ റബ്ബി ഇത്നി ബിമാ വഅദ്തനി. ആ സ്വർഗ ചൊല്ലേ, അല്ലാ നീ നക്ക് കുറെ വാഗ്ദാനാക്കിയല്ലേ നിന്റെ സ്വർഗത്തെ ഉൽഗത്തിൽ നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കർത്തരെ. നിന്റെ സ്വർഗത്തെ ഉൽഗത്തിൽ ഞാൻ 1,24,000 അമ്പ്യാമുർസലിനെ വിളിച്ചവണ്ടേ. ഓ സ്വർഗമേ, നിന്റെ ഉൽഗത്തിൽ നിന്നാണ് ഒരുപാട് ഔലിയാക്കന്മാരും ശുഹദാവും സ്വാലിഹീങ്ങളും ആലിമീങ്ങളും സാമാന്യക്കാരിൽ നിന്നുള്ള മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും ആണിങ്ങ പെണ്ണിങ്ങ നാങ്ങളെല്ലാം കൊമ്പണ്ട ചൊന്നലല്ലേ. ആ ചൊന്നതെല്ലാം നീ എപ്പോ പൂർത്തിയാക്കടല്ല അവർക്ക് വിളിച്ചവാ ചൊന്ന സ്വർഗ ചൊല്ലോ. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന് നേതാവ് ഞാൻ പാസ്സാമ്പത്തു സ്വർഗം ഇങ്ങനെ ചൊല്ലെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദ കേൾക്കണം. പിന്നെ ചൊല്ലൂല കാലലക്കി കുല്ലും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ പിന്നെ കുറെ ചൊല്ലു. നന്നടിക്ക് കുറെ അതുണ്ട് ഇതുണ്ട്. യ ജന്നത്തുൻ ത്വാബത്തു വ ത്വാബ നഈമുഹാ വ നഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. അവിടെ ഇല്ലാത്തതില്ലല്ലേ പിന്നെ അല്ലേ? ഇവിടെ ഉണ്ടു യൂസാക്കുകൊണ്ടില്ല സീതാവോടു അല്ലേ? ഇവിടെ ഉണ്ടു അത് ഉപയോഗിക്കൊണ്ടില്ല ഉഷ്ണാവോട് ചൂടാവോട് ഹീറ്റാവോട്. ഇവിടെ ഉണ്ടു അത് തിന്നണ്ട നിനക്ക് വാത്ത സംബന്ധമായ രോഗമുണ്ട് അല്ലേ? ഇവിടെ ഉണ്ട് തിൻ്റെ സാത്ത് അതുക്കാവില്ല ഇതുക്കാവില്ല. നല്ല മധുര ടേസ്റ്റുള്ള പല വസ്തുക്കളുമുണ്ടു. ബറാബരി പൈസവും ഉണ്ടു. പൈസ കൊടുത്തും കിട്ടാത്തതില്ല. പക്ഷെ ഷുഗർ ആയിട്ട് തൊടും പോലെ ഇല്ല. എല്ലാവരും തിന്നിടെ കാണുമ്പോൾ ആശയാവും. ദൂരെ നിന്റെ നോക്കളെല്ലാം നിമൃത്തി ഉണ്ടാ. ഒരു മങ്ങിലത്തെ ഇവിടെ ഒരു ജിലേബി വെച്ച് തിന്നും പോലെ ഉണ്ടാ ഇല്ല. ഷുഗർ തിന്നണ്ട ചെന്നു. ഒരു പാവപ്പെട്ട ഒരാളെ ചോറിനെ പോയി വിൽക്കുമ്പോൾ അയാൾ ചെന്നു ഇല്ല നക്കാവില്ല നക്കി ബിരിയാണി അല്ലല്ല വെജുണ്ട് വരൂ വെജുണ്ടാവക്ക ഓക്കെ പെങ്കി നോക്കാശന്നു. വെജ് നോക്കുമ്പോഴത്തോടെ വെജ് ചോറാക്കിര ആ ചോറ് തെൽ നെയ്യിട്ടാറ്. നെയ്യ് തൊട്ട് തീരാ നെയ്യ് തട്ടിയത് തിന്നണ്ട ചെന്നു ഡോക്ടർ. ഞാൻ ഉള്ളമേ ടാബ്ലറ്റിൽ അയാൾ മങ്ങിലത്തെ അവിടെ ചോറിനാ എൻ്റെ വീട്ട് അയാൾക്ക് മേന്മായ ഫുഡ് അവിടെ ഇല്ല. സ്വർഗത്തിലായെങ്കിലാ ഇവിടെ കുറെ സഹിക്കേണ്ടി വരും. കുറെ സമയത്തിൽ സബുറാക്കണം അല്ലേ? തെല്ല് സബുർ വേണം. ഇപ്പൊ തീരെ ഇല്ലാണ്ടായതെന്തേ? സബുറില്ല. ഒരു വ്യഭിചാരത്ത് മനസ്സായെങ്കിൽ വ്യഭിചാരാക്കിട്ടേ തീരണം. കള്ളു കുടിക്കുന്നുണ്ട് മനസ്സായെങ്കിൽ കള്ളു കുടിച്ചിട്ടേ തീരണം. കക്കുന്നുണ്ട് മനസ്സായെങ്കിൽ കട്ടിട്ടേ തീരണം. ഉറങ്ങുന്നുണ്ട് മനസ്സായെങ്കിൽ ഉറങ്ങിട്ടേ തീരണം. ഏതൊന്നും നക്ക് ഇന്നത് വേനുണ്ടായെങ്കിൽ അത് കിട്ടണേ. അത് കട്ടിട്ടാ കൊന്നിട്ടാ നന്റെ ആവശ്യം തീരണം. സബുർ ചൊല്ലൊരു ബസ്തില്ല
സബുരില്ലാത്തങ്ങുള്ള പക്ക ഏത്? നരക. വസ്സബുറു സവാബുൽ ജന്ന. സബുർ ഇന്നകുള്ള പക്ക ഇവിടെ സ്വർഗ. ഇപ്പൊ സബുറില്ലല്ലോ. ഭയങ്കരമായിട്ട് ഹലാലായ രീതിയിൽ കിട്ടേ അതിനെ ഹറാമായ രീതിയിൽ കൊമ്പോണ്ടാവും അല്ലേ? അതിനെ ഹലാലാക്കുന്നത് ഹറാമായ രീതിയിൽ കൊമ്പോണ്ട്. ഒരു മനുഷ്യ കാർട്ടൂൺ പോയിട്ടെല്ലാം ആയിട്ട് ഇപ്പൊ ഞാൻ ചെന്നിട്ട് ഭയങ്കരായാണ് അല്ല ഫസ്റ്റിಗೆ എനിക്ക് ആവന്തല്ലേ അല്ല അപ്പത്തിൽ തകരാറല്ല എന്ത് കൊമ്പോയമേ ഉദ്ദാക്കിയോണ്ട് ഗ്യാസ് രണ്ട കൊമ്പോയ കൊമ്പോയിട്ടെಲ್ಲ ಇತ್ತು പിന്നെ മക്കളുടെ കൊന്തില്ല ഇപ്പൊ നിക്കായിട്ട്. അപ്പൊ ഹലാലായ രീതിയിൽ വേണ്ടതിരെ സബറില്ലാത്തവണ്ട് പോലെ ആറാമായ മങ്ങിലാവിടെ. അതൊരു ടൈമാ മങ്ങിലാവിടെ അല്ലേ? ഒരു പ്രായം എത്തുമ്പത്തു എല്ലാവർക്കും മങ്ങിലുണ്ട്. ആൺമക്കും മങ്ങിലാക്കിടും, പെൺമക്കും മങ്ങിലാക്കും. അബ്ബ ചൊന്നറ എൻ്റെ മക്കൾക്ക് നാണി ദുന്യാവിൽ ആർക്കും മങ്ങിലാക്കില്ല ചൊന്നറ. പിന്നീട് പേടിച്ചിട്ട് ഇപ്പം എനിക്ക് വെന്തയിട കൊണ്ടെന്ത് അല്ലേ? മക്കളിൽ ഇപ്പം വെന്തയിട കൊണ്ടേ ആൺമക്കല്ല പെൺമക്ക അങ്ങനെ പൊതു സെട്ടാക്കടെ ബിസി. അതിനകത്തില്ല ടൈമാ മങ്ങിലാക്കടല്ലേ? അതിനിടയിൽ കുറെ ഹറാമാക്കിത്ത്, അതിനിടയിൽ കുറെ വ്യഭിചാര, കണ്ണട വ്യഭിചാര, കൈയുടെ വ്യഭിചാര, കാലിലെ വ്യഭിചാര, ശരീരത്തെ അവയവങ്ങളെ വ്യഭിചാരങ്ങളെല്ലാം നടത്തിയിട്ട് എല്ലാ ഹറാമുമായിട്ട് ആ ഒറിജിനൽ വ്യഭിചാര ആയിരല്ലേ കൊണ്ടില്ല ഏതായാലും ബാക്കിയെല്ലാം വ്യഭിചാരമായിട്ട് പിന്നൊരു നിൽക്കാതെ എല്ലാം ഹറാമാക്കിയിട്ട് ഗലീജാക്കിൽ പിന്നെ അതിൽ ഹലാലാക്കിയിട്ട് കൊമ്പോണ്ടേ. ഇതൊന്നും വേണ മങ്ങില എന്തായാലും ആക്കില്ലേ? അപ്പൊ മങ്ങില ആക്കാൻ നിൽക്കിടാറാ അല്ലേ? അങ്ങനെ ആക്കില്ലെന്ന് ചൊല്ലൂർ ഞങ്ങൾ അവിടെ ആക്കോ മങ്ങില. ഏതായാലും അങ്ങനത്തെ ടെൻഷനിൽ എല്ലാവരും മങ്ങിലാക്കാറ ടൈമാ മങ്ങിലാവും. അതിനിടയിൽ ഒരു ഹറാമുകു പോകുത്തീറ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ സ്വർഗ എന്തിനേക്കുള്ളത്? സബുറുള്ളങ്ങ ഉള്ളത്. സബുർ തിൽബയാണ്. നമുക്കതെല്ലാം ഇല്ല ഊടെന്തിരെ കുറേ ರೂಲ್ಸ್ ಅಲ್ಲ. നമുക്ക് ಖುಷಿ ಬಂದ ಮೇಲೆ ಜೀವಿಕೋಗ ಆವಣು. നമുക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ അങ്ങനെ ഞങ്ങൾ ജീവിക്കണം. ഫുൾ ഫ്രീഡം വേണം നമുക്ക്. അതവിടെ സ്വർഗത്തിലല്ലേ ഉള്ളേ. അങ്ങനെ നിക്ക് വേണുണ്ട്. ഇന്ന് എൻ്റെ ഭൂമിയുടെ ഇപ്പൊ നീ ഭർത്താവെന്ന് ചൊന്നറല്ലോ അല്ലേ? ನಾ ಚಂದ ಬೆಲೆ ಕೇಕಾವಿಲ್ಲ ಎಂಕೆ ನಂದೇ ಭೂಮಿ ನೀ ಬರ್ತಾವ ನೀ ಖುಷಿ ಬಂದ ಬೆಲೆ ಓಡೆ ಬೆನೆಕ್ಕೆ ಊಡಿಕ್ಕಡೆ ನಾ ಚೊಂದ ಬೆಲೆ ಕೇಕೋ അതങ്ങനെ മേലെ ചൊല്ലി. എൻ്റെ ക്ലാസ് റൂമുകളിൽ കേൾക്കണമെങ്കിൽ ചൊന്ന വില കേൾക്കണം അല്ലേ? ഈ കോളേജിൽ പഠിക്കണമെങ്കിൽ പ്രിൻസിപ്പാൾ ചൊന്ന വില കേൾക്കണം. ഇല്ലേ പോ ടീച്ചേഴ്സ് ഉണ്ട് ഏത് കോളേജ് വേണേലും പോ അല്ലേ? അർത്ഥമുണ്ടല്ലേ? അത് ഓക്കെ പൂച്ചാവണം. അള്ളാഹു ചൊന്ന വില കേൾക്കണം ചെന്നെങ്കിൽ അതിലെന്തൊരു കുറേ റൂൾസ് അല്ല നമുക്ക് ആവില്ലേ? ഒരു 10-20 ആൾ കൂടി അവിടെ അല്ല ഒരു 10-50 ആൾ കൂടി അവിടെ ഒരാളെ കാണുമ്പത്തു ആ ഒരാൾ നല്ല താടി വെച്ചിട്ട് നിസ്കാരത്തെ ടൈം അവൻ നിസ്കരിക്ക് പോകുമ്പത്തു ബാക്കി ഇന്ന് ഫ്രണ്ട്മാരെല്ലാം നോക്കിടാറോ ഓണൊരു വലിയ സ്വർഗത്ത് കൊണ്ടാണ്. പിന്നെ നിസ്കരിക്ക പോവാ ഞങ്ങൾ മുസ്ലിമേ ഞങ്ങൾ കാഫിറായിട്ടില്ല ഞങ്ങളുടെ മുസ്ലിമേ നീനൊരു നിസ്കരിക്ക പോകണ്ടെന്തിനാ ഞങ്ങൾ തുള്ളുവാ ഇല്ല നാണതുക്കില്ല പുറത്തെ കൊണ്ട പോ ഓമ്പെല്ല ഗാന്ധി ഓമ്പെല്ലൊരു ഓടൊരു സ്വാലിയായിട്ട് ചെന്നിട്ട് തമസാക്ക. അപ്പൊ ഈ ഇത്തരാൾമാരെ ഇടയിലൊരു ഇസ്ലാമിയത്തിലുള്ള ഒരു ചെറുക്ക അല്ലെങ്കിൽ ഒരു പെണ്ണിനെങ്കിൽ എല്ലാവരും അങ്ങനെ ഒരു കീഴായിട്ട് ഇങ്ങനെ കണ്ട പങ്കുർ ബേജാർ ഞങ്ങളെല്ലാവരും ഒരെണ്ണമാണ് നോക്കിടാറ് അങ്ങനെ ആക്കിടാറ് ഇങ്ങനെ ആക്കിടാറ്. ഓക്കെ കുറെ നാൾ സബൂർ ഞങ്ങമ്മയല്ലേ നേതാക്കന്മാർ സ്വർഗത്തിൽ അങ്ങനെ ഇന്നെങ്കിൽ അങ്ങനെ ജീവിച്ചെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ അല്ലേ? അങ്ങനെല്ലാവരും ഞങ്ങളുടെ നരകത്ത് പോകണമെങ്കിൽ ഇത്ര ധൈര്യത്തിലുള്ള നീ മാത്രമേ സ്വർഗത്ത് പോകണേ വെട്ടിയ നരകത്ത് വിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂടിയല്ല കൂടുതീറാ. ഏതോ ഹറാമിൽ നിന്നെങ്കിലത്തെ ഒരു പെണ്ണ് തൻ്റെ ഹറാമിയത്തെല്ലാം വിട്ടിട്ട് ഇസ്ലാം ചൊന്ന പോലെ ജീവിക്കുക റെഡിയായെങ്കിൽ എല്ലാവരും റെസ്പെക്റ്റ് ആക്കിടാറില്ലേ? ആക്കിടാറ് അതിലേ പിടിയാവില്ല. നിങ്ങൾക്ക് അല്ല ചൊന്ന പോലെ ജീവിക്കുന്നതിൽ ഐറ്റിക്കിട് മര്യാദയുള്ളേ. ചിലപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്തല്ല തെൽവാരക്കണ്ണിൽ നോക്കിയിട്ട് ഞങ്ങൾ മുണ്ടാത്തിട്ട് തമാസാക്കി വലിയൊരു ഇഷ്ടമല്ല അങ്ങനെ നോക്കി അങ്ങനെയുള്ള ഇപ്പൊ കാണുമ്പോൾ തോഴി വന്നിട്ട് ദോർക്കുറവല്ലേ ഇമാൻ സലാമത്താവും ദോർക്കുറു. അപ്പൊ ഞങ്ങൾക്ക് ഓണം പണ്ട് ഞങ്ങൾ കാണുമ്പോൾ ഒരു എനർജി വിലാക്കി വന്നു. ഞങ്ങൾ ഈ ഡ്രസ്സ് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമല്ല. അവൻ്റെ ജീൻസ് പാൻറ്റും അവൻ്റെ കൂളിംഗ് ഗ്ലാസും അവൻ്റെ ഒരു മുടിയ. അപ്പം ഞങ്ങളെ കാണുമ്പോൾ ഒരു കുറവ് മുത്തല്ലി മേലെ കാണുമ്പോൾ ഒരു ഇൻസൾട്ട് പോലെ ഇതെല്ലാം വെൽത്തിട്ടിട്ട് എനിക്ക് പാൻറ്റ് ഇടുകാവില്ലേ? മെല്ലെ മെല്ലെ തമാശയാക്കി കേൾക്കണം. നിങ്ങൾ പാൻറ്റ് ഇടുകാവില്ലേ? ഇതേ മുണ്ടെടുത്തിട്ട് ഇക്കണം ഇങ്ങനെ മേക്കുക എന്തൊരു പവർ ലൈഫേ ഇല്ല നിങ്ങൾക്ക്. ഓണം ദ്വാർക്കുറു അല്ലേ? ഉമ്മ മരിച്ചത്ത് ദ്വാർക്കുറു നിക്കാഹയുടെ അവിടെ അങ്കാത്തുക്ക ബിന്തി ചൊന്നു കൊടുക്കുമ്പോൾ ചൊല്ലു നിന്റെ സൂട്ട് പാൻറ്റ് ഇട്ടേ ഭയാവല്ലേ അല്ലേ? അവിടെ ചൊന്നു കൊടുക്കുമ്പോൾ ചൊല്ലണമല്ലേ അവള് അല്ലേ? അപ്പൊ തെല്ലൊരു സബുറാക്കണം. സബുറാക്കിയിട്ട് എന്തിനാവുള്ളൂ? അള്ളാഹു ഞങ്ങൾക്ക് പല സ്ഥാനങ്ങളും സ്വർഗത്തിൽ മാത്രം തന്നെയല്ല ദുനിയാവിലും തന്നെ. അപ്പൊ അതുകൊണ്ട് സബുറിന്നയുള്ളതായിട്ടിക്കട് സ്വർഗ
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലട്ടിಗೆ ಈ ಸ್ವರ್ಗ ಕೇಕಿಡೆ ನೀ ತಂಡ ಚೊಂದಲ್ಲ ತಾರ ಬೇಗ ತಾ ಓಡುಲ್ಲರಂಗಲ್ಲ ಅല്ലേ ಸ್ವರ್ಗೇನ ಚೊಲ್ಲ ಅಪ್ಪ ಅಲ್ಲಾಹು ಚೊಲ್ಲ ಕಿ ಕುಲ್ಲು ಮುಸ್ಲಿಮಿನ್ ವ ಮುಸ್ಲಿಮತಿನ್ ವ മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഓ സ്വർഗമേ നീ പേടിക്കണ്ട നന്നേൽ വിശ്വസിച്ചെങ്കത്തെ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകൾ എല്ലാം നിക്കേ അതുപോലെ വമൻ ആമന ബി വബിറുസുലി നന്നേലും നിന്റെ അമ്പിയാ മുർസലിൽ വിശ്വസിച്ചുകൊള്ളാറില്ല അല്ലല്ല ഞാൻ നിന്റെ ഉൽഗത്ത് ഞാൻ കടത്തര വാമില സ്വാലിഹൻ സ്വാലിഹായ നല്ല സൽക്കർമ്മങ്ങളാക്കിയ കൊള്ളാറ് അല്ലല്ല ഞാൻ എനിക്ക് കടത്തര നീ പേടിക്കണ്ട അതുപോലെ വലം യുശ്രിക് ബി വലം യത്തഖിദ് മിൻ ദൂനി അന്താദ അതെ ശിർക്കാക്കാത്തെ നാണല്ലാത്ത ಬೇರೆ ದೇವರಿಗೆ പൂജാക്കാത്തെ നക്ക് പാർട്ട്ണർ ഉണ്ടെന്ന് ചൊല്ലാത്തെ അള്ളാഹുൽ മാത്രം വിശ്വസിച്ച് പ്രവർത്തിച്ചങ്ങ് ആറുള്ളാറ് അങ്ങനല്ല ഞാൻ എനിക്ക് നിന്റെ ഉള്ളത്ത് നാ കടത്തര ഒമൻ ഖശിയനി ഫഹുവ ആമിനുൻ ആരെങ്കിലും നന്റെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നന്റെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ അവൻ പേടിക്കണ്ട അവൻ നിർഭയത്തോടെ ജീവിക്കാ അല്ലേ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ അള്ളാഹുടെ പേടിച്ചെങ്കിൽ അവനിച്ചിരി എല്ലാവരും പേടിക്കണം എത്ര മാന്മാരുടെ സ്റ്റോറിയല്ലേ ബഹുമാനപ്പെട്ട കാജൂർ തങ്ങളെ ബാപ്പ നമ്മൊന്നും ചൊന്നിന് നനപ്പില്ല കാജൂർ തങ്ങാണ്ട് അറിയപ്പെട്ട തങ്ങ ഇപ്പൊ കാജൂർ തങ്ങ ഉണ്ടല്ലേ ആ തങ്ങളെ ബാപ്പായിട്ടിക്ക് ഫസ്റ്റ് കാജൂർ തങ്ങാണ്ട് അറിയപ്പെട്ട വലിയ മഹാൻ കണ്ടിട്ടിക്കുവാർ കണ്ടങ്ങൾ അല്ലേ കണ്ടാറ് റായത്തിൽ കിണത്തിൽ വലിയ ഉഗ്ര ബിസവുള്ള പാമ്പ് വന്നിട്ട് കിണത്ത് പൂന്നു ആൾമാരെല്ലാം അതിനെ മേലെടുക്കുക വച്ചാ വാക്കൂ റായത്തങ്ങെല്ലാം കൂടിയിട്ടെല്ലാം നോക്കിയുള്ളാറ് അത് കീല് സൗണ്ട് ആക്കുന്നത് മേല് കേട്ടുകൊണ്ടുള്ള ഭയങ്കര സൗണ്ട് എല്ലാവരും പേടിച്ച് ഹൈറായ ആ പേടിക്കിട്ട് കാജൂർ തങ്ങ റായത്ത് കൊണ്ട് പോയിട്ട് ഒരു ബക്കറ്റ് എന്താ ഇലിച്ചിട്ട് 10 മര്യാദ മൈ സൗണ്ട് ആക്കിയതാ 10 ചൊന്തോല ഇങ്ങനെ പൂച്ച വില പോയിട്ട് അത് 10 രക്ഷിച്ചോളാം ഗോരിത്ത് പോന്നടാ ചെയ്ത് പോയിട്ട് ഇടീ റായത്തങ്ങ കൂടിയിട്ട് അത് പേടി പാറ്റുകൊണ്ടിരുന്നത് തങ്ങ വന്നിട്ട് ഒരു പളക്ക് ചൊല്ലും പൂച്ച വില അങ്ങനെ പോയേ അപ്പൊ നന്റേല് വിശ്വസിച്ചിട്ട് നാ ചൊന്ന വില കേട്ടിട്ട് നന്റെ ഭയഭക്തിയോടെ നന്റെ പേടിച്ചിട്ട് ആറ് ജീവിക്കിടാറ് അവನು നിർഭയത്തോടെ ജീവിക്ക അവൻ ആരെയും പേടിക്കണ്ട നമുക്ക് പേടി അവളല്ലേ എന്തേത് അള്ളാഹിന്റെ സമ്മ പേടിക്കില്ല അള്ളാഹുടെ സമ്മ പേടിച്ചെങ്കിൽ പിന്നെ നീ ആരെയും പേടിക്കണ്ട നിങ്ങൾക്ക് ആരും എന്തും ആക്കാവില്ല എന്ത് റൂട്ട്സ് എന്ത് കൊമ്പെന്നെങ്കും അത് ഇത്തരണ്ടേ അള്ളാഹിന്റെ പേടിച്ചെങ്കിൽ എന്തും ആക്കാവില്ല ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻ വഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങ കണ്ടിത്താ വിജയിച്ചാർ മുഅ്മിനീങ്ങ സൂക്കില്ലല്ലേ ഇവിടെ സൂക്കിടാറ് മുഅ്മിനീങ്ങ വിജയിച്ചു പോയാർ അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ അങ്ങനെ സ്വർഗത്തൊട്ടിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം ഇങ്ങനെ ചൊല്ലുമ്പോൾ അല്ലാഹു ചൊല്ലാണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലും വാ തആല വാദിൻ ഫസമിഅ സൗതൻ മുൻകറൻ വവജദ റീഹൻ മുൻതിനത്തിൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങനെ പിന്നിങ്ങനെ പോകുമ്പത്ത് കോറു ഒരു പക്കത്ത് പോയിട്ടാകുമ്പത്തേക്ക് നാരത് അല്ലെ ഭയങ്കര നാത്തല്ലേ നാരോണ്ട് സ്മെല്ല് സഹിക്കുകയാവാത്തെങ്കത്തെ ഒരു നാത്തവും സഹിക്കുകയാവാത്തെങ്കത്തെ കർക്കശമായ ഒരു ശബ്ദവും കേൾക്കണം എന്തൊരു ശബ്ദ കലഹദ സൗത്തു ജഹന്നം നരകത്തെ ശബ്ദ ഇരിക്കൽ ഭീകരമായ ശബ്ദ അല്ലെ വ്യഭിചാരികളായ ആൾമാർക്ക് നരകത്തിൽ കഠിനമായ ശിക്ഷ ഉണ്ട് അല്ലെ ഭയങ്കരമായ ശിക്ഷ വ്യഭിചാരികളായ ആൾമാരെ അങ്ങനെ ഗുഹ്യസ്ഥാനത്തിൽ ബണ്ണെങ്കത്തെ വെറും നാരിയങ്കത്തെ ദുർഗന്ധമുള്ളെങ്കത്തെ തന്നെയുണ്ട് അതിരെ തൊട്ട് നരകത്തെ ആൾമാരെ അതിരെ തൊട്ട് കാക്കല്ലാണ്ട് നരകത്തെങ്ങമേ പുൽപുട്ടാറുണ്ട് വ്യഭിചാര ചുനേന്ദ്രേ വ്യഭിചാര പലതും ഉണ്ടല്ലേ കണ്ണുകൊണ്ടുള്ള വിചാര കൈകൊണ്ടുള്ള വിചാര അല്ലേ ശരീരത്തെ ഓരോ അവയവങ്ങൾക്ക് വ്യഭിചാരമില്ല അള്ളാഹു കാക്കട്ടെ അപ്പൊ നരകത്തെ ആ ഭയങ്കരമായ കർക്കശമായ ശബ്ദം കേൾക്കണം നരകം തിരിച്ചുള്ള അല്ലാ നന്നെ നീ സൃഷ്ടിച്ചിരല്ലേ നീ കുറെ ആൾമാരെ കടത്തിരാജുന്നരല്ലേ ഓടുള്ള ഇറങ്ങാണ്ട് അല്ലേ നരകത്ത് കടത്തിരാജുന്ന എത്ര ആൾമാര് യാറത്തങ്ങം നരകത്ത് അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് ദറഅനാ ലി ജഹന്നമ നരകത്തുക്ക് വേനായിട്ട് റെഡിയാക്കിയ കസീറം മിനൽ ജിന്നി വൽ ഇൻസിൻ ജിന്ന് ഇൻസുകളെ കൂട്ടത്തിൽ യാറത്തെങ്ങും നരകത്തേക്ക് പോകണം അപ്പൊ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുകുത്തിയറ അപ്പോൾ ഒരു കൂട്ടത്തിൽ ഞങ്ങൾ ഇന്നെങ്കിൽ അവിടെ ഞങ്ങൾ ചിലപ്പോൾ വൃത്തായിട്ടിക്കൂ അല്ലെങ്കിൽ വൃത്തിയായിട്ടിക്കൂ നാ മാത്രം തലക്ക് തുനിട്ടവലിന്നെ ബാക്കി ഞങ്ങളെല്ലാം തുല്യം ഇന്നാറും ചിലപ്പോൾ പെൺമക്കൾ ചൊല്ലാറ്
നാം മാത്രം തൊപ്പി വെച്ചവണല്ലേ, അവിടെ ആരും തൊപ്പി വെച്ചിട്ടില്ലേ? നാം മാത്രം സ്വലാച്ചൊല്ലവണു, നാം മാത്രം വാങ്ങാൻ പള്ളി പോണു, ബാക്കി ആ വിഷയത്തിലില്ലേ? അല്ലെ, എൻ്റെ കോളേജിൽ എല്ലാവരും തുള്ളിടാറ്, ഡാൻസ് ആക്കിടാറ്. നാനൊരുത്തി മാത്രം ആക്കിയില്ലെങ്കിൽ, നാനൊരുത്ത മാത്രം ആക്കിയില്ല, എല്ലാവരും എൻ്റെ നോക്കിടാറ്. ഇടീ സ്കൂൾ കോളേജിൽ അങ്ങനെല്ലാം ട്രിപ്പ് പോയിടാറ് തുള്ളകൂ അല്ലെ, ആണും പെണ്ണും മിക്സായിട്ട് വ്യഭിചാരത്ത് അടങ്ങിയിട്ടുള്ള അല്ലേ, ഹറാമ ഹലാലില്ലാത്ത ട്രിപ്പ് പോയിടാറ്. ഞങ്ങൾ മാത്രം പോയിട്ടില്ലേ? പേടിക്കണ്ട, ഞങ്ങൾ മാത്രം സ്വർഗത്ത് പോകണ്ടെങ്കിൽ ചൊല്ലൊരു ധൈര്യത്തിലേക്ക് അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നരകത്ത് കിടന്നെങ്കിൽ പിന്നെ ഭയങ്കര ആഫത്തായിരിക്കും. അപ്പം അങ്ങനത്തെ ചൊന്നു കൊടുക്കണു, ഞങ്ങൾ അങ്ങനത്തെ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുകയായിട്ട് നോക്കണം. അപ്പം നരകം എങ്ങനെ കേൾക്കട്ടെ? ഓടുള്ളാറ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ, നിക്ക് മുശ്രിക്കും മുശ്രിക്കത്തായ, കാഫിറും കാഫിറത്തായ തപ്പുകാരന്മാർ, ബെടക്ക് പണിയാക്കണമെങ്കിൽ എത്താൽമാർ, അതുപോലെ അള്ളാഹുടെ വിചാരണ ഉണ്ടു, പരലോകമുണ്ടു ചൊല്ല വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തങ്ങളുള്ളാറല്ലേ, അങ്ങനെല്ലാം നിൻ്റെ ഒട്ടി കറുത്തുകൊണ്ട് നീ പേടിക്കണ്ടാണ്ട് നരകത്തൊട്ടിಗೆ ചൊല്ലാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറം പോകുമ്പോൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ കണ്ട് അത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുക. ധാരാളം വിഷയങ്ങൾ ഈ ഒരു സഫറിലൂടെ, ഇസ്രാ മിറാജിലൂടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എത്തുവാടിത്തൻ. കാലി ഒരു സഫർ മാത്രമല്ല അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാൾ ഇങ്ങനെ ധരിച്ചിട്ട് ബുൾപൊട്ടി ഒരു സ്റ്റോറിയെല്ലാം ചൊല്ലും. ബുൾപൊട്ടോണ്ടുണ്ട് ഫാത്തിമ ബീവി വന്നിട്ട് ഇങ്ങനെ സമാധാനാക്കണേ, നബി എന്തെങ്കിലും ബേജാറാക്കണേ, ആ സമാധാനാക്കിയ സ്റ്റോറിയിൽ ചൊല്ലു. അന്നാണ് ഇങ്ങനെ ഇസ്രാ മിറാജ് പോയപ്പോൾ നരകത്തിൽ ഇങ്ങനെ കണ്ടിട്ടിന്നെ അവിടെ നിന്ന് ആ ചുമ പെണ്ണുങ്ങളെ കണ്ടായിട്ടല്ല ചൊല്ലെങ്കിത്തെ സ്റ്റോറിയെല്ലാം ഉണ്ട്. അപ്പം തങ്ങ അതെല്ലാം കണ്ടു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നാൻ സ്വർഗത്ത് പോണ്ടേ അല്ലേ, എൻ്റെ ഉമ്മത്തിങ്ങളിൽ കുറെ നല്ല നല്ല സ്വർഗത്ത് പോണ്ടാറ്, ബാക്കി എന്നാലും നരകത്ത് പോണ്ടായി നമ്മുടെ ദേശത്താ ഇല്ല. ഈ നരകത്ത് പോണ്ടെങ്കിലെയും ബച്ചാവാക്കിയിട്ട് സ്വർഗത്തുക്കും പോകായിട്ട് നബി സല്ലല്ലാഹു തങ്ങ ശ്രമിച്ചിരെ. അപ്പം ആ ശ്രമ ഞങ്ങമ്മാക്കണു. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലേ. ഞങ്ങൾ പുറത്തേറിൽ പോകുമ്പോൾ പുറത്തേക്ക് എന്ത് പോകുന്നുണ്ടുള്ള അപ്പം ഞങ്ങൾ എന്തരാക്കട അല്ലേ, ഒരു വേല കുലിക്ക് പോലെ ഞങ്ങൾ ബച്ച വാക്ക വേണ്ടിയില്ലേ, അതെന്ത് മൂന്നിട്ട് കൈക്കാൽ ഉടഞ്ഞിരണ്ട, മുങ്ങിട്ട് മരിച്ചിരണ്ടല്ലേ, അതിനെ കാട്ടിയാറ് ഞങ്ങൾ ബച്ച വാക്കണ ആര് നരകത്ത് പോലെ പോണ്ടേണ്ടല്ലേ, അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി. അപ്പം ആ സ്വറ ഞങ്ങമ്മാക്കുക ശ്രമിക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ പെണ്ണുങ്ങളെ ക്ലാസ് ഉണ്ട്, അതേപോലെ ബലാസറുണ്ട്, മഹളറത്തുൽ ബദരിയ മജ്ലിസുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞിട്ടു നനപ്പാക്കട. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്താക്കിടാറ് അള്ളാഹു ഞങ്ങളെയും മകരെയും എല്ലാവരെയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. أرحم الرحمن يا مالك الملوك يا الله. اللهم يا حي يا قيوم يا إلهنا وإله كل شيء إله واحد لا إله إلا أنت يا ذا الجلال والإكرام. اللهم إني أسألك وأتوجه إليك بنبيك النبي الرحمة يا سيدنا يا محمد يا رسول الله. إني قد توجهت بك إلى ربي في حاجاتنا هذه لتقضي لي اللهم فشفعه فيا. أرحم الرحمن يا ربي. ഞങ്ങളെല്ലാവരും എല്ലാ ദോഷങ്ങളെയും മാഫാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മ ബാപ്പ ഉസ്താദുമാരും മൊത്തങ്ങ പിന്നെയുമൊക്കെ കുടുംബക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹപ്രവർത്തകന്മാർ അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ സർവ്വ ദോഷങ്ങളെയും മാഫാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. ഈമാൻ കാമിലാക്കി ഈമാൻ സലാമത്താക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെല്ലാ രോഗങ്ങൾക്ക് നീ പരിപൂർണ്ണ ഷിഫാ നൽകണേ അല്ലാ, പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാ. സർവ്വ ആഫത്ത് ബല മുസീബത്ത് ഇറങ്ങിയ കണ്ണീര് സിഹറുകളെ നീ തട്ടിത്തൂറത്താക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളെല്ലാവരും ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ അല്ലാ. മരിച്ചു വേല ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അങ്ങനെയും നഗരെയും കുടുംബസമയത്തിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും പൂർണ്ണമായ തഖ്വ നൽകണേ അല്ലാ, പൂർണ്ണമായ ഇഖ്ലാസ് നൽകണേ അല്ലാ, നാഫിയായ ഇൽമു നൽകണേ അല്ലാ, ആത്മീയമായ ഉന്നതി നൽകണേ അല്ലാ. സർവ്വ ദുർമാർഗങ്ങളും ബടക്കത്തരങ്ങളെ തൊട്ടു ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن ماتوا منا ولسائر المؤمنين والمؤمنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد. دعاء ونصيحة